അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്, ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മൾ പഠിച്ച്, ഇനി നമുക്ക് ഇത് കാരണം സ്ട്രെസ്സുകൾ ഉണ്ടാവും ബീംസിനകത്ത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരു ബോണസ് ടോപ്പിക്ക് പഠിപ്പിക്കാം, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പം ഈ ഒരു കേസ് കണ്ടോ, ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ബാറ് ഇതുമായിട്ടും എയുമായിട്ടും ബിയുമായിട്ടും രണ്ട് പോയിന്റ്സ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പി എന്നൊരു ഫോഴ്സ് നമ്മൾ കൊടുത്ത് ഈ ബാറിനെ റൈറ്റിലോട്ട് നമ്മൾ ഒരു പി ഫോഴ്സ് ആ പോയിന്റ് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ആർ ബിയും ആർ എയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം ആണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു 0 നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ആർ ബിയും കൂടെ ഉള്ള സമ്മ് 0 എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ ആറേയും ആർ ബിയും രണ്ടും പിറകോട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ പി ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ് ഇതിനെ ബാക്കിലോട്ടും വലിക്കും, ഈ ബാർ പോവാതിരിക്കാൻ വേണ്ടി ബാക്കിലോട്ട് വലിക്കും, ഇത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തള്ളുകയും ചെയ്യും. അപ്പം ആറേയും ആർ ബിയും ഒരേ ഡയറക്ഷനിലായിരിക്കും. നമുക്ക് ഈ പടം കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ നമുക്ക് സിഗ്മ എഫ് എക്സ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഒരു ഇക്വേഷനെ നമുക്കുള്ളൂ, പക്ഷെ രണ്ട് അൺനോൺ ഉണ്ട്, ആറേയും ആർ ബിയും ഉണ്ട്. ആ കേസിൽ നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം ആയിരുന്നു പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, എങ്ങനെയാണെന്നറിയാമോ? ബൈ യൂസിങ് ജോമെട്രി അല്ലെങ്കിൽ ബൈ യൂസിങ് സം അതർ തിങ്. എന്നറിയാമോ? ഇതാ, ഇത് ഇവിടെയും ഫിക്സ്ഡ് ആണ്, ഇവിടെയും ഫിക്സ്ഡ് അല്ലേ? അപ്പം ഈ എ ബി എന്ന് പറയുന്ന സാധനത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ 0 അല്ലേ? ഇതിനകത്ത് ഫോഴ്സ് അപ്ലൈ ആവും, ഓഫ് കോഴ്സ് അതിനകത്തുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ ഇതിനകത്ത് ഒരു സ്ട്രെയിൻ ഉണ്ടാവും എയിലും ബിയിലും. കാരണം അതിന് ഇങ്ങോട്ട് വരാനും പറ്റില്ല, എയിൽ നിന്ന് വിട്ടു വരാനും പറ്റില്ല, ബിയുടെ ഉള്ളിലേക്ക് അടിച്ച് കയറാനും പറ്റില്ല. അതുകൊണ്ട് ഡെൽറ്റ എ ബി എന്ന് പറയുന്ന സാധനം എപ്പോഴും 0 ആയിരിക്കും. ഡെൽറ്റ എ ബി 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെൽറ്റ എ സി പ്ലസ് ഡെൽറ്റ സി ബി വിൽ ബി ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്താണ് ഡെൽറ്റ എ സി എന്ന് കണ്ടുപിടിക്കാം. ഡെൽറ്റ എ സി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് മുതൽ ഏതൊരു സെക്ഷൻ ഉപയോഗിച്ചാലും നമുക്ക് ഡെൽറ്റ എ സി കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ സെക്ഷനകത്തും എന്തായിരിക്കും? ഇവിടെ ഒരു ആർ എ ഉണ്ട്, ഇത് ഇങ്ങോട്ട് ആർ എ ഉണ്ട്, അതുകൊണ്ട് ഒരു ഇന്റേണൽ ഫോഴ്സും ആർ എ ആയിരിക്കും റൈറ്റിലോട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പം ആർ എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കാരണം ഒരു സ്ട്രെസ് കാരണം എന്തുമാത്രം ഡിഫോർമേഷൻ എ സിക്ക് സംഭവിക്കും, അതാണ് ഡെൽറ്റ എ സി. കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു പി എൽ ഡിവൈഡ് ബൈ എ ഇ. എയും ഇയും കംപ്ലീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എനെ എ എന്ന് ഇന്ന് ഇ എന്നും വിളിക്കാം. എൽ എന്ന് പറയുന്ന സാധനം എന്താണ്? ഇവിടെ എ തൊട്ട് സി വരെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എ സി ഉപയോഗിക്കും. പി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർ എ ആണ്. ആ ഒരു ബ്ലോക്കിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർ എ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഈ സെക്ഷൻ കട്ട് ചെയ്ത് ലെഫ്റ്റോട്ട് നോക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കത് മനസ്സിലായി. അതേപോലെ ഡെൽറ്റ സി ബി ഡെൽറ്റ സി ബി ഡെൽറ്റ സി ബിക്കകത്ത് ഞാനൊരു ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് രീതി ചെയ്യാം കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ആർ ബി വെച്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഈ സെക്ഷൻ കട്ട് ചെയ്തിട്ട് അതിന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുക. അതായത് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും, ഇവിടെ ഒരു ആർ ബി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഡിക്ലൂബ് ആവണമെങ്കിൽ ഇവിടെ ഒരു ഇന്റേണൽ ഫോഴ്സ് ആർ ബി ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമുക്ക് ആർ ബി വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ ആർ ബി വെച്ച് നമ്മൾ ഡെൽറ്റ സി ബി കണ്ടുപിടിച്ചാൽ വീണ്ടും നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ലെഫ്റ്റ് സൈഡ് സെക്ഷൻ എടുത്താൽ മാത്രമേ ഇത്രയും കിട്ടൂ. കാരണം ആർ എ വെച്ച് രണ്ട് ഇക്വേഷൻ, കംപ്ലീറ്റ് ഇക്വേഷൻ നമുക്ക് ആർ എക്കകത്ത് കിട്ടണം, ആർ ബി ഇല്ലാതെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലെഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആർ എ അങ്ങോട്ടുണ്ട്, പി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ആർ എ മൈനസ് പി ആയിരിക്കും ഇന്റേണൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ്. അതേ ഇൻറ്റു സി ബി. സി ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് മുതൽ ഈ ഡിസ്റ്റൻസ് വരെയുള്ള ദൂരം, സി ബി, ആ ഒരു ദൂരം അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ എ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഡെൽറ്റ സി ബിയും കിട്ടും. ഡെൽറ്റ എ സിയും ഡെൽറ്റ സി ബിയും ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ ഇക്വേഷനകത്തുനിന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ആർ എയും ആർ ബി ഇസ്ക്വൽ ടു 0 ഒരു ഇത് കിട്ടും. ആർ എയിൽ മാത്രം പിയുടെ ടേംസിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുന്നത് ഉത്തരം കിട്ടും. അപ്പൊ അതുപോലെയാണ് നമ്മളിങ്ങനെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്സിലോട്ട് വരാം. ബെൻഡിങ് സ്ട്രെസ് നമ്മൾ ഒരു പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്യുവർ ബെൻഡിങ് അല്ലാത്ത കേസുകളിൽ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ബെൻഡിങ്ങിനെയാണ് നമ്മൾ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ ഒരു ബാർ ഉണ്ടെങ്കിൽ ഈ ബാറിന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഒരു മൊമെന്റ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വെച്ച് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ സെക്ഷനിലൊക്കെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ്
ആ ഫോഴ്സിന്റെ ഈ ഡിസ്റ്റൻസ് അങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കുകയാണെങ്കിൽ എല്ലാ പോയിന്റും ഈ ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് പോയിന്റ് വേണം നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. ആ ഒരു ഒറ്റ ബെൻഡിങ് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മറ്റേ ബെൻഡിങ് ഇക്വേഷൻസിലും മറ്റേ ടൈപ്പ് ഓഫ് ബെൻഡിങ്ങിലും നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് അസംപ്ഷൻസ് എടുക്കണം. പ്ലെയിൻ സെക്ഷൻ ബിഫോർ ആൻഡ് ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. അതായത് ബെൻഡിങ്ങിന് മുന്നേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയിൻ ബെൻഡിങ് കഴിഞ്ഞാലും പ്ലെയിൻ തന്നെ ആയിരിക്കും. മറ്റേ ഓറിയന്റേഷൻ മാറാം, ഇങ്ങനെയാവാം ഒക്കെ ആവാം, പക്ഷേ പ്ലെയിൻ തന്നെ ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ വളഞ്ഞിരിക്കുന്നു, പക്ഷേ പ്ലെയിൻ ആണ്. ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമ്പർ 1. നമ്പർ 2, മെറ്റീരിയൽ ഹോമോജീനിയസ് ഐസോട്രോപിക് ലീനിയർ ഇലാസ്റ്റിക്. അപ്പം കംപ്ലീറ്റ് എല്ലാ ഡയറക്ഷനിലും ഈ സെയിം ആയിരിക്കും, ഐസോട്രോപിക് ആണ്, ഹോമോജീനിയസ് ആണ്, അങ്ങനത്തെ ഒരു അസംപ്ഷൻ എടുത്തിട്ടുണ്ട്. ബീം സിമെട്രിക് ആണ് എബൌട്ട് ലോഡിംഗ് പ്ലെയിൻ. അതായത് ഇതാണ് ബീം എന്ന് വയ്ക്കുക. ബീമിനെ നമ്മൾ ഒരു 3D ആയിട്ട് ഞാൻ കാണിക്കുകയാണ്. ബീമിനെ കട്ട് ചെയ്ത ഒരു ബീമാണ് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ അല്ല, ഇങ്ങനെ ഈ സൈഡിലല്ല കൊടുക്കുന്നത്. നമ്മൾ ബെൻഡിങ് കൊടുക്കുന്നത് ഈ പറയുന്ന സിമെട്രിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡിസ്റ്റൻസും ഈക്വൽ ആവുന്ന രീതിയിൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. ബീം ഈസ് സിമെട്രിക് അബൌട്ട് ലോഡിംഗ് പ്ലെയിൻ. ലോഡിംഗ് പ്ലെയിനിന് സിമെട്രിക്കലാണ് ബീം. യങ്സ് മോഡുലസ് ഈസ് സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ഓക്കെ, യങ്സ് മോഡുലസ് അത് ഓൾമോസ്റ്റ് ഐസോട്രോപ്പിനകത്ത് തന്നെ നമുക്ക് വരാൻ പറ്റും. ബട്ട് സ്റ്റിൽ യങ്സ് മോഡുലസ് കംപ്രഷനും ടെൻഷനിലും ഒന്നാണ് എന്നൊരു അസംപ്ഷൻ കൊണ്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അസംപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്യുവർ ബെൻഡിങ്ങിലോട്ട് പോകുന്നത്. പ്യുവർ ബെൻഡിങ്ങിന് കുറച്ച് ഐഡിയാസ് നമുക്ക് വേണം. അതിന് മുന്നേ ആദ്യം നമുക്ക് ഈ പടം നോക്കാം. ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു ബീമിന്റെ ഒരു സെക്ഷനാണ്, ഒരു ബീമിന്റെ ഒരു ബാറാണ് കാണിച്ചേക്കുന്നത്. ഇത് അതിന്റെ ക്രോസ് സെക്ഷനാണ്. അതായത് ഇതാണ് ബീമെങ്കിൽ ഈ കാണിച്ചേക്കുന്നതാണ് ഈ പറഞ്ഞ ബി ഡി റെക്ടാംഗിളുടെ ക്രോസ് സെക്ഷനുള്ള ഒരു ബീമാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്യുവർ ബെൻഡിങ് അപ്ലൈ ചെയ്തേക്കുന്നത്. എം എന്ന് പറയുന്നത് ഒരു പ്യുവർ ബെൻഡിങ് മൊമെന്റ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, എം നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മേളില് ഈ ഒരു ഫുൾ ബീമിനെ നമുക്ക് കുറേ കുഞ്ഞു ഫൈബേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഒരു ബീം പോലെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബെൻഡിങ് മൊമെന്റ് കൊടുത്താൽ അതിന്റെ മാറ്റം ഇങ്ങനെയാണ് അത് മാറുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും അത് ചേഞ്ച് ആവുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ മേലത്തെ ബാറുകൾ ചെറുതാവുകയും അല്ലെങ്കിൽ അതിനകത്തൊരു കംപ്രഷൻ വരികയും താഴത്തെ ബാർ എന്ന് പറഞ്ഞാൽ താഴത്തെ ഫൈബറുകൾ, കുഞ്ഞു സാധനം ഫൈബറുകൾ എക്സ്പാൻഡ് ആവുകയും ചെയ്യും. എങ്കിലേ നമുക്ക് ഈ പറയുന്ന ഒരു ഷേപ്പിലോട്ട് നമുക്ക് കിട്ടാൻ പറ്റുക. തീർച്ചയായിട്ടും ഈ ഷേപ്പിനേക്കാൾ വലുതാണ് ഈ താഴത്തെ ഷേപ്പ്, ഈ ഷേപ്പിനേക്കാൾ ചെറുതാണ് ഈ മേളിലത്തെ ഷേപ്പ്. അപ്പോൾ ആ ഒരു കംപ്രഷനും ആ ഒരു ടെൻഷനും ഉണ്ട്. അതായത് മേളിലൊക്കെ കംപ്രഷൻ, താഴെ ടെൻഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ സെൻട്രോയിഡിൽ നിൽക്കുന്ന സെൻട്രോയിഡ്, അതായത് ബി ഡി എന്ന് പറയുന്ന റെക്ടാങ്കിൾ ആകുമ്പോഴത്തേക്ക് സെൻട്രോയിഡ് നടുക്ക് തന്നെയാണ്. പക്ഷേ വേറെ ഒരു ട്രയാങ്കിൾ സെക്ഷൻ ആണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രോയിഡ് h/3 താഴെ നിന്ന് മേലോട്ട് h/3 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നം പഠിച്ച് നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ ഇതിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല, ഇതിന്റെ ലെങ്ത് മാറൂല. ഈ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ആ ആക്സിസിനെ, സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ ആക്സിസിൽ ഉണ്ടാവുന്ന ഫൈബറിന് മാത്രം അതേ ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യും. ഈ ഡിസ്റ്റൻസ് തന്നെ അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് തന്നെ ഇവിടെ കീപ്പ് ചെയ്യും. അല്ലാതെ അതിനകത്ത് ടെൻഷനും ഇല്ല, കംപ്രഷനും ഇല്ല. ഏറ്റവും മേളിൽ എന്താ കംപ്രഷൻ, ഏറ്റവും താഴെ എന്താ ടെൻഷൻ. ഈ എം അതേപോലെ തിരിച്ചാ കൊടുക്കുന്നെങ്കിൽ എം എം ഇങ്ങോട്ടുള്ള എം കൊടുക്കുന്നെങ്കിൽ ഇത് നേരെ തിരിയും, പടം ഇങ്ങനെ റാ പോലെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്ത് പറ്റും, താഴെ കംപ്രഷനും മേളിലെ ടെൻഷനും വരും. ഓക്കെ, അതാണ് നമ്മൾ അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി എം നമ്മൾ ഒരു പോയിന്റ് എം കൊടുത്ത് നോക്കി. എം കൊടുത്ത് ഈ ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആണ് ഫോർ എവറി സെക്ഷൻ. കാരണം നമ്മൾ പ്യുവർ ബെൻഡിങ് ആണ് എം കൊടുക്കുന്നത്. ഒരു പോയിന്റ് തൊട്ട് വേറൊരു പോയിന്റ് വരെ ഒരേപോലെ ഇരിക്കും. അതായത് ഏത് പോയിന്റ് വേണം നമുക്ക് എം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ബി എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ് എന്താണ്, ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി എം ഡിവൈഡഡ് ബൈ ഡി. നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എം എന്ന് പറയുന്ന സാധനത്തിന് എക്സ് ആണെന്നുണ്ടെങ്കിൽ വി എന്ന് പറഞ്ഞ സാധനത്തിന് എന്തായിരിക്കും, വി എന്ന് പറയുന്ന സാധനം വി എന്ന് പറയുന്ന സാധനം എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എമ്മിന്റെ പവർ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ആയിരിക്കും. അതായത് ഡി എം ബൈ ഡി എക്സ് ബി ഇക്വലന്റ് ആയിരിക്കും. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഈ കേസിൽ ബി എം ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് തന്നെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ബെൻഡിങ് മൊമെന്റ് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു കേസിൽ ഷിയർ ഫോഴ്സ് ഒന്നും കാണൂല, ബെൻഡിങ് മൊമെന്റ് മാത്രമേ കാണുള്ളൂ.
വേറെ ഫോഴ്സുകളും ഷിയർ ഫോഴ്സുകളും ഒന്നും കാണത്തില്ല. ഓക്കെ 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 ഓക്കെ. മാത്രമല്ല ഒരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്. നമ്മൾ പറയാൻ പോണ എലാസ്റ്റിക് ഡിഫോർമേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് വളച്ചങ്ങ് കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത് നേരത്തെ പറഞ്ഞ സ്പ്രിങ് ഹാർഡനിങ്ങും എല്ലാം വരും. ടെൻഷനും കംപ്രഷനും ആക്ട് ചെയ്യുന്നുണ്ട് മേളിലും താഴെയായിട്ട്. അപ്പൊ ആ ഫൈബേഴ്സിന് ഈ പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ അതൊന്നും വരാതെ എല്ലാ ഫൈബേഴ്സും ഇലാസ്റ്റിക് ലിമിറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്, ആ ലിമിറ്റിൽ, അതായത് വിട്ടാൽ തിരിച്ച് അതേപോലെ വരുന്ന ഫുൾ എനർജിയും റീസ്റ്റോർ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്യുവർ ബെൻഡിങ് നമ്മൾ ചെയ്യുന്നത്. അത് ബോൺസ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല, ബോൺസ് ഒക്കെ അങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ബെൻഡിങ് എഴുതുന്നത്. അങ്ങനെ ഇത്രയും അസംഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ അനാലിസിസ് പാർട്ടിലോട്ട് പോകുന്നത്. അനാലിസിസ് പാർട്ട് വളരെ രസകരമാണ്, വളരെ ഈസിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഒരുപാട് സന്തോഷം തരുന്നതാണ്. നോക്കും, നേരത്തെ ഈ പടം തന്നെയാണ്, ഇതേ പടം തന്നെയാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്, ഇതേ പടം തന്നെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാന് ഈ ഒരു പ്ലെയിൻ ആണെന്ന് വെക്കും, ഈ ഒരു പ്ലെയിൻ ബെൻഡിങ്ങിന് മുന്നേ ഈ പറയുന്ന ഓറഞ്ച് പ്ലെയിൻ, ദ പ്ലെയിൻ ബിഫോർ ബെൻഡിങ് ആണ് ഓറഞ്ച് പ്ലെയിൻ. ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് പച്ചയായിട്ട് മാറും. ഞാൻ പച്ച എനിക്ക് ഇവിടെ കാണിച്ചാൽ മതി, ബട്ട് സ്റ്റിൽ ഞാൻ കാണിക്കില്ല, കാരണം എനിക്കിത് ഇവിടെ കാണിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മളിത് ഇത്തിരി ഓവർ എക്സാജറേറ്റ് ചെയ്താണ് ഈ പടം വരച്ച് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങനെയാവും, അതിന് ആ പ്ലെയിൻ ഇങ്ങനെ മാറും. അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയിൻ ഇങ്ങനെ നിൽക്കും, ഈ ഒരു കോണിച്ച് നിൽക്കും. ഓക്കെ, അതായത് ഡിഫോർമേഷൻസ് ഈ ഒരു പോയിന്റ് നിൽക്കുന്ന സാധനം ഈ ഒരു പോയിന്റിലോട്ട് വരും, ഈ ഒരു പോയിന്റ് നിൽക്കുന്ന സാധനം ഈ ഒരു പോയിന്റിലോട്ട് വരും, ഈ ഒരു പോയിന്റ് നിൽക്കുന്ന പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിലോട്ട് വരും, ഈ ഒരു പോയിന്റ് നിൽക്കുന്ന പാർട്ടിക്കിൾ ഇപ്പോൾ ഒരു പോയിന്റിൽ വരും. ന്യൂട്രൽ ആക്സിസ് മാറൂല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിഫോർമേഷൻ ഇത്രയും മാറുന്നതുകൊണ്ട് തന്നെ ഡിഫോർമേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ, സ്ട്രെയിനും ഇതേ പാറ്റേൺ കാണിക്കും. അതായത് ഈ ബിയുടെ അടുത്ത് ഏറ്റവും അറ്റത്ത് ഇത്രയും കൂടുതൽ സ്ട്രെയിന്, നടുക്ക് ഒരു സ്ട്രെയിനും ഇല്ല, ഇങ്ങ് താഴെ വേറെ സ്ട്രെയിൻ, അതേ സ്ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഒരെണ്ണം ടെൻഷനും ഒരെണ്ണം കംപ്രഷൻ ആയതുകൊണ്ടാണ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത്. അത് ന്യൂട്രൽ ആക്സിസിൽ സ്ട്രെയിനേ ഇല്ല. എഗെയിൻ വി ഓൾസോ നോ, എന്ത് നമുക്കറിയാം, സിഗ്മ എന്ന് പറഞ്ഞാൽ എപ്സിലോണിന്റെ ഇ ആണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ടെൻഷനിലും കംപ്രഷനിലും ഈക്ക് മാറ്റമൊന്നുമില്ല. സോ ഈ ഒരു കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോ തീർച്ചയായിട്ടും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, സ്ട്രെയിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇച്ചിരി കൂടെ വലിയൊരു വാല്യൂ കിട്ടുമെങ്കിലും സെയിം ആയിട്ട് തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു പാറ്റേൺ പോകുന്നത്. ഓക്കെ, മേളിൽ കംപ്രഷൻ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്, താഴെ ടെൻഷൻ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. സ്ട്രെസ് ആണ്, ഈ സ്ട്രെസ് എങ്ങനെ വേരി ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ എങ്ങനെ സ്ട്രെസ് വേരി ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. അപ്പം ഇതിനകത്ത് സ്ട്രെസ് സീറോ ആവുന്ന പോയിന്റ് ഏതാ മക്കളെ, സ്ട്രെസ് മാക്സിമം ആവുന്ന പോയിന്റ് ഏതാ മക്കളെ, സ്ട്രെസ് കംപ്രസീവ് മാക്സിമം ആവുന്ന പോയിന്റ് ഏതാ, സ്ട്രെസ് ടെൻസൈൽ മാക്സിമം ആവുന്ന പോയിന്റ് ഏതാ, ഈ 4 പോയിന്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ന്യൂട്രൽ ആക്സിസിൽ സ്ട്രെസ് ഒന്നുമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു മേലോട്ട് കംപ്രഷൻ ആണ്, മേലോട്ട് ഫൈബേഴ്സ് കംപ്രഷൻ ആണ്. ഈ കംപ്രഷൻ മാക്സിമം സ്ട്രെസ് ഇവിടെയാണ്, ഏറ്റവും അറ്റത്ത് വരും. കംപ്രഷൻ ടെൻസൈൽ മാക്സിമം ഇങ്ങ് അറ്റത്ത് വരും. ഓക്കെ ഓക്കെ, അപ്പോ ഈ എപ്സിലോണിൽ നിന്ന് നമുക്ക് സിഗ്മ കിട്ടി. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തോന്നാ, ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഉണ്ടായ സിഗ്മയാണോ, നമ്മളല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കൊടുത്തുണ്ടായ, അല്ല ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ സിഗ്മ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് അങ്ങനത്തെ സിഗ്മ അല്ല, ഈ സിഗ്മ തന്നെ ബെൻഡിങ് കാരണം ഉണ്ടായ സിഗ്മയാണ്. ബെൻഡിങ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഫൈബേഴ്സിലും ഉണ്ടായ ലീനിയർ ആയിട്ടുള്ള സ്ട്രെസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ബെൻഡിങ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഓരോ ഫൈബേഴ്സിലും ഉണ്ടായ ലീനിയർ സ്ട്രെസ്, അത് മേളിൽ കംപ്രസീവ് സ്ട്രെസ്, താഴെ ടെൻസൈൽ സ്ട്രെസ്. ഈ ഒരു ഡയഗ്രാം പോലെ ആയിരിക്കും നമുക്ക് ആ ഒരു സ്ട്രെസ് ഇരിക്കുന്നത്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇനി പിന്നെ കുറച്ച് മാത്തമാറ്റിക്കൽ അനാലിസിസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നോക്കാം, നോക്കിക്കോ, നമുക്ക് ബെൻഡിങ് സ്ട്രെസ് വേണം. ബെൻഡിങ് സ്ട്രെസ് നമ്മളിനി മാത്സിലോട്ട് പോവാം. നമുക്ക് ബെൻഡിങ് സ്ട്രെസ് വേണം. ഈ ബെൻഡിങ് സ്ട്രെസ് എനിക്ക് ഈ ഒരു പ്ലെയിൻ തന്നെ, ഈ ഒരു പ്ലെയിനകത്ത് തന്നെ ബെൻഡിങ് സ്ട്രെസ്, അതായത് ബിഫോർ ബെൻഡിങ് പോയിന്റ് ഇതാണെങ്കിൽ ഈ പോയിന്റിൽ എന്ത് ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും ആഫ്റ്റർ ബെൻഡിങ് ഉണ്ടാവുക. ഈ പോയിന്റ് ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാറിയായിരിക്കും, y എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മാറിയായിരിക്കും പറയാം. വേറൊരു പോയിന്റ് എടുത്താലോ, അത് y2 ഡിസ്റ്റൻസ് മാറി എന്ന് പറയാം. ഏറ്റവും അറ്റത്തെ പോയിന്റ് എത്ര ആയിരിക്കും, ഏറ്റവും അറ്റത്തെ പോയിന്റ് d/2 ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്.
ഇത് ഫുള്ള് ഡി ആ, d/2 ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മേലോട്ടോ താഴോട്ടോ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്തുമാത്രം സ്ട്രെസ് ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷന്റെ പേരാണ് ഫ്ലെക്സുറൽ ഫോർമുല. ഇത് പ്യുവർ ജോമെട്രി വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഡെറിവേഷൻ നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ഇതിന്റെ റിസൾട്ടിലോട്ട് പോവാണ്. സിമ്പിൾ ആണ്. m/i is equal to E/r is equal to sigma/y. m ബെൻഡിങ് മൊമെന്റ്, ഐ നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ സാധനം കറങ്ങി ഇതാ ഇങ്ങോട്ടാവുകയല്ലേ, ഈ സാധനം ഈ ഒരു ആക്സിസിൽ കറങ്ങുമല്ലേ, ആ ഒരു ആക്സിസിൽ ഞാൻ ഈ കാണിച്ചേക്കുന്ന അത് ഈ ബോർഡിന് പ്ലെയിനിലോ, ബോർഡല്ല ഈ സ്ക്രീനിന് പുറത്തോട്ടോ അകത്തോട്ടോ ഇരിക്കുന്ന ആ ഒരു പ്ലെയിൻ, ആ ഒരു പോയിന്റുമായിട്ട് ഒരു ലൈനായിട്ട് ഒരു ആക്സിസ് ആണെന്ന് വിചാരിക്കും. ആ റെഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാം, ഞാൻ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണുന്ന ഒരു ആക്സിസ് ആണെന്ന് വിചാരിക്കും. ആ ആക്സിസിന് ചുറ്റും ഇത് ഇങ്ങോട്ട് കറങ്ങുമല്ലേ, അപ്പോൾ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത് എങ്ങനെയാണ്? ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റിയാൽ ഇതേ പടം തന്നെ ഞാൻ അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ആക്സിസ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ഇത് എങ്ങനെ കറങ്ങുന്നു, ഈ പ്ലെയിൻ എങ്ങനെ കറങ്ങും? ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഇതാണ് ഒരു ആക്സിസ് എങ്കിൽ ഈ ആക്സിസ് ചുറ്റി ഇത് എങ്ങനെ കറങ്ങുന്നു? ആ മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ആ മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് നമുക്ക് വേണ്ടുന്നത്. അതാണ് ഐ. ഈ നമ്മൾ പറഞ്ഞു ടെൻഷനിലും കംപ്രഷനും ഈക്വലന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നുണ്ട് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് ഈ ഒരു സാധനം കർവ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങോട്ട്, അത് നമുക്ക് ഇതിനെ നമ്മൾ ഇങ്ങനെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് ഇങ്ങനെ അത് മനസ്സിലായല്ലോ? എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ എത്ര ആർ കിട്ടും, എത്ര റേഡിയസ് കിട്ടും, എത്ര ഡിസ്റ്റൻസ്, ആ റേഡിയസ് എന്തായിരിക്കും, ആ കർവേച്ചറിന്റെ റേഡിയസ് എന്തായിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് ആർ. ഓക്കെ, സിഗ്മ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബെൻഡിങ് സ്ട്രെസ്, പൈ ഡിസ്റ്റൻസിലുള്ള ബെൻഡിങ് സ്ട്രെസ്. പൈ എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലുള്ള ബെൻഡിങ് സ്ട്രെസ് ആണ് വേണ്ടുന്നത്, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. വേണ്ട, ഇത് ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ പഠിക്കാൻ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, മിയർ സിഗ്മ വൈ എന്ന് പഠിച്ചാൽ മതി. മിയർ സിഗ്മ വൈ ജസ്റ്റ് സിഗ്മ വൈ പോലെ, മിയർ സിഗ്മ വൈ. ഈ m/i, e/r, സിഗ്മ ബൈ വൈ എല്ലാം കൂടെ ഈക്വൽ ടു അതാണ് എഴുതിയത്. m/i equal to e/r is equal to sigma divided by y. ഓക്കെ, ഫ്ലെക്സർ ഫോർമുല അത്രേ ഉള്ളൂ. ഈ പറയുന്ന കേസിൽ നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി നമുക്ക് ന്യൂട്രൽ ആക്സിസ് കൂടെ ഉള്ള ഐ കണ്ടുപിടിച്ച് വെച്ചിരിക്കാം, BdQ/12. നമ്മളത് ഓൾറെഡി ഡിറൈവും ചെയ്തതാണ് ഈ ഇക്വേഷൻ. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് അവസാനം മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്ന കേസിൽ BdQ/12 എന്നാണ് നമുക്ക് ഈ കേസിൽ തന്നെ പറയാൻ പറ്റുന്നത്, ഐയുടെ വാല്യൂ പറയാൻ പറ്റുന്നത്. ഇനി m/i is equal to sigma by y മാത്രം നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് സിഗ്മ is equal to my divided by i എന്ന് പറയാൻ പറ്റൂലേ? my divided by i എന്ന് പറയാൻ പറ്റില്ലേ? സിഗ്മ is equal to my divided by i എന്ന് പറയാൻ പറ്റില്ലേ? പറ്റും. അപ്പോ ഞാൻ y d/2 ആവുകയാണെന്നുണ്ടെങ്കിൽ, y എന്ന് പറയുന്നത് d/2 ആവുന്നുണ്ടെങ്കിൽ y മാക്സ് ആയിരിക്കും. കാരണം അതാണ് മാക്സിമം y എവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്, അവിടെ തന്നെ ആയിരിക്കും മാക്സിമം സ്ട്രെസ് ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താ, നമുക്കറിയാം മാക്സിമം സ്ട്രെസ് y മാക്സ് ഇവിടെയുള്ളത്, താഴോട്ട് നമ്മൾ ടെൻഷൻ നോക്കുവാണെങ്കിൽ താഴോട്ടും ഇവിടെയാണുള്ളത്. ഓക്കെ, സോ y മാക്സ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ സിഗ്മ മാക്സ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, y മാക്സ് എന്നുള്ള പോയിന്റ് ആയിരിക്കും സിഗ്മ മാക്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ സിഗ്മ is equal to my/i ഒന്ന് മാറ്റി സിഗ്മ മാക്സ് is equal to m/i into y മാക്സ് എന്ന് എനിക്ക് എഴുതിക്കൂടെ? എഴുതാലോ. ഇനി ഞാൻ സിഗ്മ മാക്സ് is equal to m divided by i by y max എന്ന് എഴുതാം. അതേ y max ഞാൻ താഴെ എടുത്തു, i divided by y max എന്ന് എഴുതാം. ഈ പറയുന്ന i divided by y max നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. ഓക്കെ, സെക്ഷൻ മോഡുലസ്. മൊമെന്റിനെ സെക്ഷൻ മോഡുലസ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്ട്രെസ് മാക്സിമം കിട്ടും. ഓക്കെ, ഒരു ബോഡിക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ആ അതായത് സിഗ്മ മാക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമ്മിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കൊടുക്കുക. എത്ര എം കൊടുക്കുമ്പോഴാണ് ആ സിഗ്മ മാക്സ് കിട്ടുന്നത്? ആ സിഗ്മ മാറും, തീർച്ചയായിട്ടും മാറും. കൂടുതൽ എം കൊടുത്താൽ കൂടുതൽ സിഗ്മ മാക്സ് കിട്ടും.
പക്ഷേ ഒരു കേസിൽ പർട്ടിക്കുലർ കേസിൽ എത്ര എം കൊടുക്കുമ്പോഴാണോ സിഗ്മ മാക്സ് ഉണ്ടാവുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ആ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിനെ നമുക്ക് സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ് എന്ന് വിളിക്കാം. സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് മാക്സിമം മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഈ സിഗ്മ മാക്സ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ആണ്. എത്രത്തോളം ഈ സിഗ്മ മാക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് ഷേപ്പ് ആണ്. കാരണം ഐ ഡിവൈഡ് ബൈ വൈ ആണ്. വൈയും ഷേപ്പിന്റെ ഫാക്ടറാണ്. ഐ എന്ന് പറയുന്ന ബി ഡി ക്യൂബ് ഡിവൈഡ് ബൈ 12-നകത്തും ഷേപ്പാണ് കൂടുതലായിട്ടും പരാമർശിക്കുന്നത്. ബിയും ഡിയും ഒക്കെയാണ്. വേറെ അതിനകത്ത് കോൺസ്റ്റൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എം ഈസ് ഇക്വൽ ടു സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ്, അത് പഠിച്ചു വെച്ചേക്കും. എം ഈസ് ഇക്വൽ ടു സിഗ്മ മാക്സ് സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ്. എം ഈസ് ഇക്വൽ ടു സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ്. ശരിക്കും ഇത് എപ്പോഴും കാണാൻ പഠിക്കണമൊന്നുമില്ല. ഈ സിഗ്മ ഇവിടെ എം വൈ ബൈ അറിയാമെങ്കിൽ ഐ ബൈ വൈ ഇസഡാ മാക്സിമം ആകുമ്പോൾ ഇസഡാന്ന് അറിയാമെങ്കിൽ സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ് ഈസ് ഇക്വൽ ടു എം നമുക്ക് ഓൾറെഡി പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഒന്നും നമ്മൾ എല്ലാം കൂടെ കാണാൻ പഠിക്കുന്ന കാര്യമൊന്നുമില്ല. എനിവേ എം ഈസ് ഇക്വൽ ടു സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ്. സിഗ്മ മാക്സ് എന്ന പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ആണ്. ഇസഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഓഫ് ഷേപ്പ് ആണ്. അപ്പോ ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ഇസഡ് മാറുന്നതിനനുസരിച്ചായിരിക്കും എം മാറുന്നത്. എത്രത്തോളം എം നമുക്ക് പറ്റും എന്നുള്ളത്. ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ഇസഡ് കൂടിയ ഫിഗർ ആണെന്നുണ്ടെങ്കിൽ എം കൂടുതൽ അതിന് താങ്ങാൻ പറ്റും. ഇസഡ് കുറഞ്ഞ ടൈപ്പ് ഓഫ് സെക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ഇസഡ് ഐ ബൈ വൈ എന്ന് പറയുന്ന സാധനം വൈ മാക്സ് വൈ മാക്സ് എന്ന് പറഞ്ഞ സാധനം ആണ് ഇസഡ്. ആ ഇസഡ് കൂടുതൽ എമ്മിനെ താങ്ങാൻ പറ്റും. ഇസഡ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് എമ്മിനെ താങ്ങാൻ പറ്റും ഫോർ സെയിം മെറ്റീരിയൽ. അപ്പൊ ആ കേസിൽ നമുക്ക് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഓരോ കേസിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഐ സെക്ഷൻ ആണ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് താങ്ങാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഐ സെക്ഷൻ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് താങ്ങാൻ പറ്റുന്ന അറിയാമോ? ഐയുടെ ഷേപ്പ് ഉണ്ടോ? ഐ ഉണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന സ്ട്രെസ് എങ്ങനെ ഇരിക്കുന്നു അറിയാമോ? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് മാക്സിമം സ്ട്രെസ് ഏറ്റവും മേളിൽ ഏറ്റവും മാക്സിമത്തിലായിരിക്കും. ഇവിടെ നമുക്ക് മാക്സിമം സ്ട്രെസ് താങ്ങാൻ മാക്സിമം ഏരിയ കിട്ടുന്ന ഐ സെക്ഷന്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചെറിയ സ്ട്രെസ് വരുന്ന കേസാണ്. ഈ സ്ഥലം നമുക്ക് ചെറിയ സ്ട്രെസ്സാണ്. അവിടെ നമുക്ക് കുഞ്ഞ് ഒരു ഇത് വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇസഡ് ഐ മാക്സ് ആണ്. ഐ സെക്ഷൻ ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇസഡ് റെക്റ്റാങ്കിൾ ആണ്. അത് കഴിഞ്ഞാൽ ഇസഡ് സ്ക്വയർ ആണ്. ഇസഡ് റെക്റ്റാങ്കിൾ ആണ്, പിന്നെ വരുന്നത് ഇസഡ് സ്ക്വയർ ആണ്, അവസാനമാണ് സർക്കുലർ വരുന്നത്. ഐ സെക്ഷൻ ആണ് ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ചെയ്യാൻ പറ്റുന്നത്. സർക്കുലറിന് ഏറ്റവും മിനിമം പറ്റൂ. അതിന്റെ കാരണം എന്താ അറിയാമോ? അതിന്റെ കാരണം സെയിം കാരണം മക്കളെ. ഇതാണ് സർക്കിൾ എന്ന് വെക്ക്. നമുക്ക് സ്ട്രെസ് വരുന്നത് എങ്ങനെയാന്ന് നോക്ക്. സ്ട്രെസ് വരുന്നത് ഇതാണ് ഒരു പോയിന്റ്. ഇതുമായിട്ട് ഇതാണ് സാധനമെങ്കിൽ മാക്സിമം സ്ട്രെസ് വരുന്നത് ഇവിടെ ആയിരിക്കും, അറ്റത്തായിരിക്കും. ഓക്കെ, ഇവിടെ പക്ഷേ ഏറ്റവും അറ്റത്താണ് കുറച്ച് ഏരിയ ഉള്ളത്. ഇവിടെ നടുക്കാണ് കുറേ ഏരിയ ഉള്ളത്, പക്ഷെ അവിടെ സ്ട്രെസ്സും ഇല്ല. ഇവിടെയും കൂടുതൽ കുറച്ച് ഏരിയ ഉള്ളൂ ഈ സ്ഥലത്ത്, പക്ഷെ അവിടെ മാക്സിമം സ്ട്രെസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈസഡ് സർക്കുലർ ആയിരിക്കും ഏറ്റവും കുറവ്. അതായത് അവന് റെസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, ഇഫ് ഫോർ ദ സെയിം മെറ്റീരിയൽ. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയോ. ദ വാല്യൂ ഓഫ് ബെൻഡിങ് സ്ട്രെസ് വിൽ ബി 0 അറ്റ്. ഇത് മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക എന്താണ് വരുന്നതെന്ന്. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂട്രൽ ആക്സിസിലെ ബെൻഡിങ് സ്ട്രെസ് 0 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ് ന്യൂട്രൽ ആക്സിസിലെ ബെൻഡിങ് സ്ട്രെസ് 0 ആണ്. ബെൻഡിങ് സ്ട്രെസ് ന്യൂട്രൽ ആക്സിസ് 0 ആണ്. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. എവരിവെയർ അറ്റ് സപ്പോർട്ട് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീമും ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ടുകളിലെ പ്രത്യേകത എന്താ മക്കളെ? അവിടെ ബെൻഡിങ് മൊമെന്റ് ഇല്ല. ബെൻഡിങ് മൊമെന്റ് എങ്ങനെ പോയാലും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും അവസാനം ഇവിടെ രണ്ടും 0 ആയിട്ട് നിൽക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഫിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഹിഞ്ച് സപ്പോർട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ടുകളിൽ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവില്ല. ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവില്ലെങ്കിൽ സിഗ്മയുടെ വാല്യൂ എന്താ? 0. കാരണം എം 0 ആയി പോയി. മനസ്സിലായി? അപ്പൊ ബെൻഡിങ് സ്ട്രെസ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ 2 പോയിന്റുകളിൽ ഉണ്ടാവാൻ സാധ്യത ഒട്ടുമില്ല. സാധ്യതയില്ലെന്നല്ല, ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ബെൻഡിങ് സ്ട്രെസ്സിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ഒരു ബെൻഡിങ് മൊമെന്റ് മാത്രം അപ്ലൈ ചെയ്യാതെ ഞാൻ ഒരു ഫോഴ്സും കൂടെ അപ്ലൈ ചെയ്യണം. അതായത് ഇതാണ് ക്രോസ് സെക്ഷൻ. നമ്മുടെ സെക്ഷൻ ഇതൊരു വലിയ ബീമാണ്. ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നതിന്റെ അർത്ഥം എന്താ? അത്രയും മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഇനി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിനകത്ത് ഒരു പി എന്ന് പറയുന്ന ഒരു കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ബെൻഡിങ് മൊമെന്റും അപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കംപ്രസീവ് സ്ട്രെസ് കാരണം അതിനുണ്ടാവുന്ന ആ ഒരു സെക്ഷനകത്ത് എങ്ങനെ സ്ട്രെസ് വേരി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആയിരിക്കും വേരി ചെയ്യുന്നത്. കാരണം എല്ലാ പോയിന്റിലും കംപ്രസീവ് സ്ട്രെസ് കാരണം P/A ആയിരിക്കും സ്ട്രെസ്. ഏത് സെക്ഷൻ എടുത്താലും, ഈ സെക്ഷൻ എടുത്താലും
ഈ സെക്ഷൻ എടുത്താലും ദാ ഈ ഒരു സെക്ഷൻ മാത്രം എടുത്ത് നോക്ക്. ദാ ഇവിടെ പി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അസിസ്റ്റ് ഇന്റേണൽ ആയിട്ട് ഒരു ഇതെല്ലാം കൂടെ ഒരു പി ഉണ്ടാവും. ടോട്ടൽ ഒരു പി ഉണ്ടാവും. അപ്പം ഇതിനകത്ത് ഉണ്ടാവുന്ന സ്ട്രെസ് എന്താ? ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ പി ഡിവൈഡ് ബൈ എ. പി ബൈ എ അത് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ ഏത് സെക്ഷൻ എടുത്താലും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ് മേള് തൊട്ട് താഴെ വരെ ഒരേ വാല്യൂ ആയിരിക്കും ഡയറക്ട് സ്ട്രെസ് കാരണം ഉള്ളത്. അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സെക്ഷന്റെ ഏറ്റവും മേളിൽ മാക്സിമം, ഏറ്റവും താഴെ മാക്സിമം, ഏറ്റവും നടുക്ക് മിനിമം ഉള്ള വേറെ രീതിയിലുള്ള ഒരു സ്ട്രെസ്സും കൂടെ നമുക്ക് കിട്ടും. അത് ബെൻഡിങ് കാരണം ഉണ്ടായ സ്ട്രെസ് ആണ്. ഇനി പിയുടെ വാല്യൂ എമ്മിന്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ സിഗ്മയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആവാം. കാരണം എന്താ? കൂടുതൽ കംപ്രഷൻ നടക്കുവാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഒരു വെക്ടർ അഡിഷൻ ചെയ്യുന്നതാണ് വിചാരിച്ചാൽ മതി. അപ്പം ഇവിടെ കൂടുതലുണ്ടാവും, ഇവിടെ ഇത് പിന്നെ ഇത്രയും സാധനം ഇത് കൂടുതൽ മാറിപ്പോകും. അങ്ങനെ ഈ ഒരു സെൻട്രൽ പോയിന്റ് കുറച്ച് താഴോട്ട് ഇറങ്ങി വരും, ഇവിടെ കയറി വരും. ഇങ്ങനെയാവാം. വേറൊരു കേസ് ഉണ്ട്, ഇതാ ഇങ്ങനെയാവാം. ഇവിടെ വരയ്ക്കാം. കറക്റ്റ് ഒരു ട്രയാങ്കിൾ ആവാം. കാരണം ഇവിടുത്തെ ഈ ഫോഴ്സുകൾ ഉണ്ടല്ലോ, ഈ റൈറ്റിലോട്ട് പോകുന്ന ഫോഴ്സുകൾ, ഈ റൈറ്റിലോട്ട് പോകുന്ന ടെൻസൈൽ ഫോഴ്സ് മൊത്തം നമ്മുടെ കംപ്രസീവ് ഫോഴ്സിന്റെ ഡയറക്റ്റ് പി കാരണമുള്ള കംപ്രസീവ് ഫോഴ്സ് കാരണം നെഗ്ലക്ട് ചെയ്ത് സീറോ ആയിപ്പോയി. ഒരു ട്രയാങ്കിൾ ആവാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആവാം. അല്ലെങ്കിൽ വേറെ കാര്യം, അതിനേക്കാൾ കൂടുതൽ കംപ്രസീവ് ഫോഴ്സ് ഉണ്ടെന്ന് നോക്കി, നല്ല കംപ്രസീവ് ഫോഴ്സ്, ഇതിനെ ഓവർകം ചെയ്യുന്നതിനേക്കാൾ കംപ്രസീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാവാം, അല്ലേ? അപ്പോൾ അങ്ങനെ പല കേസുകളിൽ നമുക്ക് വരാം. നമ്മൾ ക്വസ്റ്റ്യൻ കണക്കോ നമ്മൾ ഇത് കണക്കോ ചേഞ്ച് അക്കോർഡിംഗ് ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോസ്. അതാണ് റിസൾട്ടന്റ് ഷിയർ സ്ട്രെസ് ഡയഗ്രാം. സോറി, നോട്ട് ഷിയർ അല്ല, റിസൾട്ടന്റ് സ്ട്രെസ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് കാരണമുള്ള സ്ട്രെസ്സും ഉണ്ട്, അതുപോലെ നമ്മുടെ നോർമൽ ലോഡിംഗ് കാരണമുള്ള സ്ട്രെസ്സും ഉണ്ട്. രണ്ട് സ്ട്രെസ്സും ഉള്ള കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്ക്. A ratio of moment carrying capacity of a circular beam of diameter d and a square beam of side d of same material is. Moment carrying capacity ratio for same material ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് സിഗ്മ മാക്സ് രണ്ടിനും സെയിം ആണ്. ഇസഡിന്റെ വാല്യൂ മാത്രമാണ് പിന്നെ എമ്മിന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ശരിക്കും എമ്മിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇസഡിന്റെ റേഷ്യോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇസഡ് സർക്കിൾ ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെ കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാണാ പഠിച്ച് നമ്മൾ ചെയ്യുന്നതല്ലാതെ വേറെ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കാണാ പഠിക്കാൻ പറ്റുന്നവർ കാണാ പഠിച്ചാൽ മതി, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നമ്മൾ പ്ലസ് 1 പ്ലസ് 2 മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരുപാട് നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, ഇന്റഗ്രേഷൻ ഒന്നും ഇല്ലാതെ. സോ ഇത്രയേ ഉള്ളൂ. എം ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സ് ഇൻറ്റു ഇസഡ് ആണല്ലോ. അപ്പം സിഗ്മ മാക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എം പ്രൊപ്പോർഷണൽ ഇസഡ് ആണ്. M1/M2 അല്ലെങ്കിൽ എം സർക്കിൾ ഡിവൈഡ് ബൈ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസഡ് സർക്കിൾ ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഇസഡ് സർക്കിൾ ഇസഡ് സ്ക്വയറിന്റെയും എന്തുവാ ഐ ഡിവൈഡ് ബൈ വൈ മാക്സ് ആണ് ഇസഡ് എന്ന് പറയുന്നത് വാല്യൂ. അപ്പോൾ രണ്ട് കേസിൽ ഐയും വൈ മാക്സും നമ്മൾ കണ്ടുപിടിക്കണം. സർക്കിളിന്റെ വൈ മാക്സ് സെൻട്രൽ ആക്സിസിൽ നിന്ന് നമുക്ക് d/2 എന്നറിയാം. സോ ഇറ്റ് ഈസ് d/2. വൈ മാക്സ് ഓൾറെഡി നമുക്ക് എഴുതാം. സ്ക്വയറിന്റെയും d/2 തന്നെ ആയിരിക്കും, കാരണം സൈഡ് ആണ്. സൈഡ് ഡി എന്ന് പറയുന്നുണ്ട്. സൈഡ് ഡി എന്ന് പറയുന്നെങ്കിൽ സ്ക്വയർ, ഇതാണ് സ്ക്വയർ എങ്കിൽ എല്ലാം ഡി ആണ്. അപ്പോൾ സെൻട്രൽ ഇവിടെ നിന്ന് ഇത്ര എന്ന് പറഞ്ഞാൽ d/2 തന്നെ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് രണ്ടും ഓക്കെ. ഇനി ഐ ഓഫ് സർക്കിൾ ഇൻ ദിസ് ആക്സിസ് ഞാൻ പറഞ്ഞു എങ്ങനെ ഇത് വന്നതെന്ന്. ആ ഒരു റൊട്ടേഷൻ കാരണമാണ് ഈ ആക്സിസ്. അതുപോലെ സ്ക്വയറിനും ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്കത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, നമുക്കൊന്ന് മനസ്സിലാക്കി തരാം. ഇനി അഥവാ മനസ്സിലാക്കണ്ട എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കാണാൻ പഠിക്കാം, അതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ഇങ്ങനെ കറങ്ങുകയാണ്. അതായത് സർക്കിൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ കറങ്ങുകയാണ്. ഇത് സർക്കിളാന്ന് വിചാരിക്കും എങ്കിൽ ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ അതിനകത്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് വേണ്ട. അപ്പം ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കണം. മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അവിടെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചതാണ്.
കുറെ പഠിച്ചാണ് നമ്മൾ +1 +2 പഠിച്ചിട്ടുണ്ട്. അപ്പം മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു റിംഗ് ആണെങ്കിൽ, ഇതൊരു റിംഗ് ആണെങ്കിൽ റിംഗ് ഇതിനകത്തൂടെ ആക്സിലൂടെ പോകണമെങ്കിൽ റിംഗിന്റെ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് IM എന്ന് വിളിക്കാം. മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം ഇത് mr² ആണ്. r is റേഡിയസും m ഈ റിംഗിന്റെ മാസ്, റിംഗ് ആണ് അകത്ത് പൊള്ളയാണ്. അതുപോലെ ഡിസ്ക് നമുക്കറിയാം, ഡിസ്ക് 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 ആണെങ്കിൽ ഉള്ളിലൂടെ പോകണമെങ്കിൽ IM എന്ന് പറഞ്ഞാൽ എന്താ, mr²/2. ഓക്കെ. ഇനി ഈ റിംഗിന്റെ ഉള്ളിലുള്ള ആക്സിസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ആക്സിസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഇത് ഇങ്ങനെയുള്ള ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ നമുക്ക് വേണ്ടുന്നത് ഇങ്ങനെയുള്ള ആക്സിസ് ആണ്. ഓക്കെ. ഇങ്ങനെയുള്ള ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതും ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതും, ഇത് എക്സും ഇത് വൈയും ആണ്, ഇത് Z ആണെങ്കിൽ എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയും വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒന്നായിരിക്കുമല്ലോ. കാരണം അത് ഒരു ജോമെട്രി, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് രണ്ടും ഈക്വൽ ആണെന്ന് വിളിക്കാം. IXXും IMXും IMYയും ഈക്വൽ ആണെന്ന് വിളിക്കാം. അപ്പം IMX ഈസ് ഈക്വൽ ടു IMY. അത് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ നമുക്കറിയാം, എക്സ് ആക്സിസിൽ ഇതിന് ആസ്പദമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇതും വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് Z ആക്സിസിന്റെ ആസ്പദമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിന്റെ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് IMZ എന്ന് പറഞ്ഞാൽ IMX പ്ലസ് IMY എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഞാൻ എനിക്ക് 2IMX എന്ന് എഴുതാം. അപ്പൊ IMX എത്ര, എക്സ് ആക്സിൽ കൂടെ ഉള്ളത് അല്ലെങ്കിൽ വൈ ആക്സിസ്, രണ്ടും ഒന്ന് തന്നെ. വൈ ആക്സിൽ കൂടെ ഉള്ളതാണെങ്കിലും ഈക്വൽ ടു Z ആക്സിൽ കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ /2 എന്ന് പറയും. ഇവിടെ Z ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഓൾറെഡി പറഞ്ഞ റിംഗിന്റെ mr² ആയതുകൊണ്ട് ഇത് mr²/2 ആയിരിക്കും. റിംഗിന്റെ ഇങ്ങനെയുള്ള ആക്സിസിൽ, റിംഗിന് ഇപ്പം റിംഗ് ഇതാണെങ്കിൽ ഈ റിംഗ് ഇതാണെങ്കിൽ ഈ ആക്സിസിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 ആയിരിക്കും. ഉള്ളിലോടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആയിരിക്കും. ഡിസ്കിന് അതുപോലെ ഇവിടെ mr²/2 ആയതുകൊണ്ട് ഈ സെയിം പ്രൊസീജിയർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, MX അല്ലെങ്കിൽ MY, ഇത് MEZ ആണ്, ഈസ് ഈക്വൽ ടു mr²/4 എന്ന് കിട്ടും. അപ്പൊ എന്തിനാ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അത് ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പം മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് മനസ്സിലായി, എങ്ങനെ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായി. ഇനി മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് നമുക്ക് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്കണമെങ്കിൽ വളരെ 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 സിമ്പിൾ ആണ്. മാസിന് പകരം ഏരിയ ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? മാസിന് പകരം ഏരിയ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ കേസിൽ നമുക്ക് നോക്കാം. നമുക്ക് തന്നേക്കുന്ന കേസ് ഏതാ? നമുക്ക് തന്നേക്കുന്ന കേസ് ഒരു ഡിസ്ക് പോലെ ഒരു ഇങ്ങനെയുള്ള ഒരു ഏരിയ ഈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വെച്ചിട്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്. മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിച്ചത് mr²/4. R is radius of this particular disk. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ആ ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിത് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്കിയല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇക്വേഷനകത്ത് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി നമുക്ക് മാസിന് പകരം ഇതിന്റെ πr² കൊടുക്കാം. സോ πr² into r²/4 which is equal to πr⁴/4. പിന്നെ തന്നേക്കാൻ ഡയമീറ്റർ ആയതുകൊണ്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, r എന്ന് പറഞ്ഞാൽ d/2 ആണ്. അപ്പം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് πd⁴ into 2⁴ into 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടുന്നത്. ഇത് തന്നെയാണ് ഇവിടെ കിട്ടുന്ന ഉത്തരം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ
എന്താ മാസ് എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 4. അതാണ് ഇൻറ്റു 1/4 അതാണ് ഈ ഇട്ടേക്കുന്നത്. എമ്മിന് പകരം നമ്മൾ ഏരിയ ഇടും 5d² ഡിവൈഡ് ബൈ 4 എന്നിട്ട്. അങ്ങനെ നമുക്ക് ഇതിന്റെ മൊമെന്റ് ഓഫ് ഈ സെറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ മനസ്സിലായാലും എങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന സ്ക്വയറിന്റെയും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ അറിയേണ്ടത് ഒരു ബാർ എടുക്കുകയാണെങ്കിൽ ഒരു മാസുള്ള ബാർ എടുക്കുവാണ്, എം മാസുള്ള ബാർ എടുക്കുവാന്ന് വെക്കും. അതിനെ ഞാൻ നടുക്കൂടെ പിടിച്ച് കറക്കുവാണ്, ഇങ്ങനെ കറക്കുവാണ്. അപ്പം ഇതെല്ലാം ലെങ്ത് ഉണ്ടെന്ന് വെക്കും. ഇതെല്ലാം ലെങ്ത് ഉണ്ടെങ്കിൽ ഇതിന്റെ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. ഈ ആക്സിലാണെങ്കിൽ എം എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 3 ആയിരിക്കും. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിയാവുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പിടിക്കുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. സ്ക്വയറിൻ്റെ കാണാൻ എന്തുവാ BD³ ഡിവൈഡ് ബൈ 12 സ്ക്വയറിൻ്റെത് ഇതിൽ ഇങ്ങനെ ജസ്റ്റ് സോറി ഇങ്ങനെയുള്ളത് ഇത് ഡി ആണ്, ഇത് ബി ആണെങ്കിൽ അത് നിങ്ങൾ കാണാൻ പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പക്ഷേ കാണാൻ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പം എഴുതാൻ പറ്റും. എങ്ങനെ അറിയാമോ? ഇതാ ഈ ആക്സിലുള്ള റൊട്ടേഷനിൽ ചോദിച്ചേക്കുന്നത്, ഇതും ഈ ആക്സിൽ റൊട്ടേഷനിൽ ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവുന്ന ലെങ്ത് ആണ് നമ്മൾ ഈ എൽ എന്ന് പറയുന്നത്. അപ്പം ഈ കേസിൽ അത് ഡി ആണ്. ഓക്കെ. അപ്പം സംസോട്ടോ എമ്മിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, എമ്മിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏരിയ ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഡി ആണ്. അപ്പം അങ്ങനെയാണ് ഇത് BD³ ഡിവൈഡ് ബൈ 12 ആണ്. കാണാൻ പഠിച്ചാൽ മതി. കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും അധികം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. ഇങ്ങനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ജോമെട്രീസ് ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാനാണ് സാധ്യത. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് നമുക്കറിയാം. നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പ് ഇത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഇഷ്ടമായെങ്കിൽ പഠിക്കാൻ നോക്കൂ. സോ Z0 നമുക്ക് കിട്ടി, Z² നമുക്ക് കിട്ടി. 2 കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3π/16 കിട്ടും. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഫൈൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരു കാൻഡിലിവർ ബീം ഉണ്ട്, അതിന് സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്. സ്ക്വയർ 10x10 സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കാൻഡിലിവർ ബീമാണ് വന്നേക്കുന്നത്. ഇറ്റ് കാരിസ് എ ട്രാൻസ്വേഴ്സ് ലോഡ് ഓഫ് 10 ന്യൂട്ടൺ ട്രാൻസ്വേഴ്സ് ലോഡ് ഇവിടെ ക്യാരി ചെയ്യുന്നുണ്ട്. കൺസിഡറിങ് ഒൺലി ദ ബോട്ടം ഫൈബേഴ്സ് ഓഫ് ദ ബീം, ബോട്ടം ഫൈബേഴ്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ലോണിറ്റ്യൂഡിനൽ വേരിയേഷൻ ഓഫ് ബെൻഡിങ് സ്ട്രെസ് എത്ര ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം താഴത്തെ ഫൈബർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ആ കേസിൽ എന്തായിരിക്കും ബെൻഡിങ് സ്ട്രെസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ വേരിയേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ബെൻഡിങ് സ്ട്രെസ്സിനകത്ത് എം ഉണ്ടല്ലോ, അത് ബെൻഡിങ് മൊമെന്റ് ആണ്. ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കാണാൻ എഴുതി നോക്കാം. നിയർ സിഗ്മ വൈ M/I E/R ഞാൻ വിട്ട് സിഗ്മ വൈ. അപ്പോ എന്ത് മനസ്സിലാക്കാൻ പറ്റും? സിഗ്മ ഇസ് ഈക്വൽ ടു MY/I. ഓക്കെ. പിന്നെ ഏറ്റവും താഴത്തെ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം y ഒരു കോൺസ്റ്റന്റ് ആയി, ഐയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എമ്മിന് മാത്രമേ വേരിയേഷൻ ഉണ്ടാവത്തുള്ളൂ. ഈ എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ബെൻഡിങ് മൊമെന്റ് ആണ്. പോയിന്റ് നമുക്ക് ഇങ്ങനെ ഒരു കേസിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സീറോ ഫോഴ്സ് ഡയഗ്രാം വരച്ച് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് വേണ്ടുന്ന സെക്ഷന്റെ ബെൻഡിങ് മൊമെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പം ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായിരിക്കുന്നു. നമുക്ക് ചെയ്ത് നോക്കുമ്പോഴേ കുറച്ച് ക്ലിയർ ആവും. ഓക്കെ. Before applying flexure equation, we must see what if m along beam as a parameter such as I, E, R, Y max are same. ഇയും ആറും ഐയും വൈമാക്സും എല്ലാം സെയിം ആയതുകൊണ്ട് സിഗ്മയെ only affected by m മാത്രം വെച്ചാണ് സിഗ്മ അഫക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ m കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ സാധനമെങ്കിൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. 10 ഇങ്ങോട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സ്ഡ് ബീമാണ്. ഫിക്സ്ഡ് ബീമിന് മൊമെന്റും കൊടുക്കാൻ പറ്റും, ഫോഴ്സും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 10 ഗ്രാവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 10 മേലോട്ട് വരും. ഇത് 10 × 1 ആണ് ഇവിടെ കൊടുക്കുന്ന മൊമെന്റ്, 10 ന്യൂട്ടൺ മീറ്റർ ആണ് ഇവിടെ കൊടുക്കുന്ന ഇങ്ങനത്തെ മൊമെന്റ്. അത് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനൊരു മൊമെന്റ് ഇപ്പുറത്തുണ്ടാവും. അപ്പം ആ രണ്ട് കാര്യങ്ങളും നമ്മൾ ഈ റിയാക്ഷനെ അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഈ സെക്ഷൻസ് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് മാറുന്നത്? ഷിയർ ഫോഴ്സ് നമുക്ക് അറിയണ്ട, പക്ഷേ ബെൻഡിങ് മൊമെന്റ് അറിയണമെങ്കിൽ അത് ഷിയർ ഫോഴ്സും കൂടെ വരച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ വരച്ച് നോക്കാം. ഈ ഒരു സെക്ഷൻ വരച്ച് നോക്കാം. കാരണം ഇവിടെ രണ്ടുമാണ് ഷിയർ ഫോഴ്സും എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. നമുക്ക് ഇവിടെ മാറത്തില്ല. മാറുന്നത് പോയിന്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ
കോൺസ്റ്റന്റ് ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ലീനിയർ ആയിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ അല്ലേ? സോ ഈ സെക്ഷൻ എടുത്ത് സെക്ഷന്റെ ലെഫ്റ്റിന് മേലോട്ട് പോസിറ്റീവ് മേലോട്ട് എടുത്ത്, അല്ലെങ്കിൽ സെക്ഷന്റെ റൈറ്റിലോട്ട് താഴോട്ട് പോസിറ്റീവ്, അതും മേലോട്ട് തന്നെ കിട്ടും. ഓക്കെ, അവിടെ 10 കിട്ടി, ഇവിടം വരെ 10 പിന്നെ ഈ പറഞ്ഞ പോയിന്റോട് കാരണം ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാവും, പിന്നെ ഇവിടെ 0 വരും, കാരണം ഇത് ഓവർ ഹാങ്ങിങ് ആണ്. ഇവിടം വരെ ഇതിന് ഇതുള്ളൂ, മനസ്സിലായി? ഇങ്ങോട്ട് ഇത് ഹാങ് ചെയ്ത് കിടക്കുക, ഇവിടെ റിയാക്ഷൻ ഒന്നും ഇല്ല, അപ്പം നമുക്ക് റിയാക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടം വരെ ഷിയർ ഫോഴ്സ് വരും, അതങ്ങോട്ട് ബാക്കി അങ്ങോട്ട് ഷിയർ ഫോഴ്സ് ഒന്നും കാണത്തില്ല. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അടുത്തത് ലീനിയർ ആണ്. ലീനിയർ ആണെങ്കിലും എന്താണ് വാല്യൂ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് നമുക്കുണ്ട്, ഒരു 10 ന്യൂട്ടൺ മീറ്റർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉണ്ട്. അത് മാത്രമേ ഈ സെക്ഷനേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അതിന്റെ കൂടെ എന്തും കൂടെ കൂടി വരും, ഈ പറയുന്ന റിയാക്ഷൻ കാരണം ഇതിനുണ്ടാകുന്ന മൊമെന്റ് ഉണ്ട്. ഈ സെക്ഷനകത്ത് ഈ റിയാക്ഷൻ കാരണം ഇതേ ലെങ്തിന്റെ ഇത്രയും, അത് ഇവിടെ ആണെങ്കിൽ അതിന്റെ ലെങ്ത് കൂടി, അപ്പം റിയാക്ഷൻ കണ്ട ഒരു മൊമെന്റ് ഇതിന്റെ കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യും, അത് കൂടി വരും. ഓക്കെ, ഇവിടെ 10 ന്യൂട്ടൺ മീറ്റർ താഴോട്ട്, സോറി താഴോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ ഒരു സെക്ഷൻ, അതായത് ഈ ഡിസ്റ്റൻസ് വളരെ നെഗ്ലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷേ സൈൻ അറിയത്തില്ല. സൈൻ അറിയുന്നത് ചെയ്യണം, ഇവിടെ നമ്മൾ സെക്ഷൻ വരച്ച് വെക്കണം. സെക്ഷൻ വരച്ചിട്ട് ഈ മൊമെന്റ് കാരണം ഇത് കണ്ട കരയാണ്, നെഗറ്റീവ് ശരിക്കും ഇങ്ങനെ കരയാണ് കണ്ട കരയാണ്. കരയുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? കരയുന്നതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. സോ 10 10 10 10 10. ഓക്കെ, എന്നിട്ട് അത് ഇങ്ങനെ കൂടി ഇങ്ങനെ കൂടി ഈ ഒരു 10 × 1 കിട്ടുന്ന അത്രയും നേരം വരെ 10 × 0.5 ഒക്കെ ആകുമ്പോൾ 5 ആവും. അപ്പം ഇത് ഈ ഒരു ഭാഗത്ത് 5 ആയിരിക്കും, അങ്ങനെ കുറഞ്ഞ് കൂടി ഈ ഒരു പോയിന്റ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ബെൻഡിങ് മൊമെന്റ് ഇല്ല. അപ്പം ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇത് മാത്രമേ സ്ട്രെസ്സിന് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, മറ്റേതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പം ഒരു ട്രെൻഡ് ഇതാണ്, ഒന്ന് ഇത് അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് അപ്പോഴേ വെട്ടിക്കളയാം. ഇനി ഇത് 60 MPa ആണോ 400 MPa ആണോ അറിയണമെങ്കിൽ വൈമാക്സ് ഈ ഒരു ഫൈബർ ഇങ്ങറ്റത്തുള്ള ഒരു പോയിന്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് പറ്റത്തുള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ M/I = σ/y, സിഗ്മ My/I. Y എന്ന് പറഞ്ഞാൽ വൈമാക്സ് ആണ്, താഴത്തെ ഫൈബർ ആണ്. ഓക്കെ, I എന്നുള്ള വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ഇതിന്റെ I നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എങ്ങനെയാ? ഇതിന്റെ റൊട്ടേഷൻ ഇങ്ങനെയാണ് പ്ലെയിൻ എങ്കിൽ ഈ പ്ലെയിൻ ബെൻഡിങ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ആക്സിസിന് ഇങ്ങനെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, BD³ / 12. അപ്പം B എന്ന് പറഞ്ഞാൽ 10 10⁴ × 10 12. അത് I കൊടുത്ത് എമ്മിന്റെ വാല്യൂ 10 ആണ് ഈ പോയിന്റിൽ, അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 60 MPa എന്നൊരു വാല്യൂ കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് ഷിയർ സ്ട്രെസ് ആൻഡ് ബീംസ്. നമ്മൾ ഓൾറെഡി ബീംസിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്, ബീംസിനകത്ത് എങ്ങനെയാണ് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ പഠിച്ച്. പിന്നെ ഒരു സെക്ഷൻ എടുത്താൽ അതിനകത്ത് ഷിയർ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും, ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇതൊരു ഡയഗ്രാം എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും വരയ്ക്കാൻ നമ്മൾ പഠിച്ച്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് കാരണം ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സായ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ മനസ്സിലാക്കി. ബെൻഡിങ് സ്ട്രെസ്സിനകത്ത് കൂടുതലായിട്ടും ലോഞ്ചിറ്റ്യൂഡിനലും അതുപോലെ കംപ്രസീവും ടെൻസൈൽ ആയിട്ടുള്ള ലോഡുകളും താഴെ നിന്ന് മേലോട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത് മനസ്സിലായി. അടുക്കത്തെ ന്യൂട്രൽ ആക്സിസ് പോയിന്റിൽ അത് ഓൾമോസ്റ്റ് 0 ആയിരിക്കും, കാരണം ബിക്കോസ് ന്യൂട്രൽ ആക്സിസിന് ഒരു ടെൻഷനോ കംപ്രഷനോ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഷിയർ സ്ട്രെസ്സുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ബെൻഡിങ് സ്ട്രെസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ പോയിന്റ് മൊമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. എന്തിനാ പോയിന്റ് മൊമെന്റ് വെക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഇതുപോലത്തെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബെൻഡിങ് മൊമെന്റ് നമുക്ക് ഉണ്ടാവും, ഓക്കെ, പക്ഷെ അതിന്റെ കൂടെ ഷിയർ ഫോഴ്സും കൂടെ ഉണ്ടാവും. സോ അത് നമ്മൾ മാറ്റി വെച്ച് ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ കറക്റ്റ് ബെൻഡിങ് മൊമെന്റ് മാത്രം ഉണ്ട ഇക്വേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഡിറൈവ് ചെയ്തത്. പക്ഷേ നമ്മൾ ഷിയർ ഫോഴ്സ് ഉള്ള കേസിനും ആ ഇക്വേഷൻസ് ഉപയോഗിക്കാറുണ്ട്, ഇല്ലെന്നല്ല. ഓക്കെ, ബിക്കോസ് ഓഫ് സംതിങ് ലൈക്ക് സൂപ്പർപൊസിഷൻ പോലത്തെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോട്ടെ, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് വേറൊരു സ്ട്രെസ് ആണ്. ഈ ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഷിയർ ഫോഴ്സ് കാരണമാണ്. അപ്പോൾ എന്തായാലും ബെൻഡിങ് മൊമെന്റ് മൊമെന്റ് വെച്ചിട്ട് നമുക്ക് ഷിയർ സ്ട്രെസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഷിയർ സ്ട്രെസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ ഫോഴ്സ് പോയിന്റ് ലോഡുകൾ തന്നെ വേണം, അതിന് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സുകൾ ഓരോ സെക്ഷനിലും ഉണ്ടാവണം, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഷിയർ സ്ട്രെസ്സിനെ ബീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇങ്ങനെ ഒരു ബീമുണ്ട്, ആ ബീമിനകത്ത് ഒരു റിയാക്ഷൻ ഉണ്ട്, ഓക്കെ, റിയാക്ഷൻ ഉണ്ട്, ഒരു ലോഡ് ഉണ്ട്,
അപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സെക്ഷനകത്ത് ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും, കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് നമുക്ക് പറ്റും. ആൻഡ് ആ ഷിയർ ഫോഴ്സിനെ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ, ഷിയർ സ്ട്രെസ് കിട്ടത്തില്ലേ? ഓരോ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് നമുക്ക് അറിയാലോ. അപ്പൊ ഷിയർ ഫോഴ്സിനെ അവിടുത്തെ ആ ഏരിയ ക്രോസ് സെക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ, ഷിയർ സ്ട്രെസ് കിട്ടത്തില്ലേ? കിട്ടും, ഷിയർ സ്ട്രെസ് കിട്ടും. പിന്നെ നമ്മൾ എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? കിട്ടും, പക്ഷെ കിട്ടുന്നത് ആവറേജ് ഷിയർ സ്ട്രെസ് ആണ് ഒരു പ്രശ്നമാണ്. ആവറേജ് ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഈ ഷിയർ സ്ട്രെസ് താഴെ മുതൽ മേള് വരെ ഒരേപോലെ അല്ല ഇരിക്കുന്ന, വേരിയേഷൻ കാണിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ചെറിയ ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഈ ഇവിടുത്തെ പോയിന്റ്സ്, ആക്ച്വലി ഇത് പോയിന്റ്സ് ഇത്തിരി വലുതായി കാണിച്ചേക്കുന്നെങ്കിലും പോയിന്റ്സിനെ പറ്റി നമ്മൾ പറയുന്ന ഓരോ ബോക്സുകളും ഓരോ പോയിന്റുകളാണ്. ഈ ഒരു ബോക്സ് തന്നെ ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പോയിന്റുകളിൽ ഷിയർ സ്ട്രെസ് വളരെ 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 കുറവും, ഇവിടുത്തെ പോയിന്റുകൾ ഷിയർ സ്ട്രെസ് വളരെ 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 വലുതുമായിരിക്കും. ഇവിടെ ഏറ്റവും വീണ്ടും കുറവുമായിരിക്കും. ആവറേജ് ആണെന്നുണ്ടെങ്കിൽ വി ഡിവൈഡ് ബൈ ഈ ക്രോസ് സെക്ഷൻ ഏരിയ ഇതേ ഇൻറ്റു ഇത് ചെയ്ത് നമുക്ക് കിട്ടും. പക്ഷെ ആവറേജ് പോരാ, നമുക്ക് ഈ വേരിയേഷനും കൂടെ മനസ്സിലാക്കണം. അത് വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ മെയിൻ സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ വി കാരണം ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും. എന്താണ് വി വരുന്നത്? നമുക്ക് പോയിന്റ് ലോഡ് ഉള്ളതുകൊണ്ടാണ് വി വരുന്നത്. പോയിന്റ് ലോഡ് എവിടെയെങ്കിലും ഉള്ളതുകൊണ്ടാണ് അതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഓരോ സെക്ഷൻസിനകത്തും പല പല ഷിയർ ഫോഴ്സുകൾ വി വരുന്ന, അത് പ്ലോട്ട് ചെയ്ത് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ നമ്മൾ ഉണ്ടാക്കി. ഈ വി ഇവിടെ വരുന്നത് കാരണം ഷിയർ സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഷിയർ സ്ട്രെസ് ഈ ഒരു പോയിന്റ് എടുത്താൽ ഈ ഒരു ഷിയർ സ്ട്രെസ് നമുക്ക് ഈ വി കാരണം ഉണ്ടാവും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ദ പ്രോബ്ലം ഈസ് ഇതും ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. അതെന്താ? ഒരു ടോ ഉണ്ടെങ്കിൽ ബാക്കി എല്ലായിടത്തും ടോ ഉണ്ടാവും, ഷിയർ സ്ട്രെസ് മൊത്തം ഉണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ആകത്തുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ ആദ്യമേ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഷിയർ സ്ട്രെസ് നമുക്ക് ട്രാൻസ്പോസ് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കാം. അതായത് ട്രാൻസ്പോസ് സെക്ഷൻ അതുള്ള ഷിയർ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറഞ്ഞാൽ ആ ബാറിന്റെ ഇലോങ്ങേഷന്റെ ആ ഡയറക്ഷനുള്ള ഷിയർ സ്ട്രെസിനെ ലോഞ്ചിറ്റ്യൂഡൽ ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കാം. ഈ ട്രാൻസ്പോസ് ഷിയർ സ്ട്രെസിന് ഇക്വലന്റ് ആയി ഒരു ലോഞ്ചിറ്റ്യൂഡൽ ഷിയർ സ്ട്രെസും കൂടെ ഉണ്ടായിരിക്കും. അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ അറിയണം. പിന്നെ ഈ പടം വച്ചേക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ബീം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കുഞ്ഞു ഫൈബേഴ്സ് ഉണ്ടാവും അല്ലേ? ഈ ഫൈബേഴ്സ് എല്ലാം കൂടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് അതിരിക്കുന്നത്. നമ്മൾ ഒട്ടിക്കാത്ത കേസാണ്. ഞാനൊരു 4 ഫൈബർ എടുത്ത്, തടിയുടെ ഫൈബർ എടുത്ത് ഒട്ടിക്കാതെ ഒട്ടിക്കാതെ, അതായത് 4 ഡിഫറെന്റ് ഫൈബർ എടുത്ത് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു ലോഡ് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരു സ്റ്റെപ്പ് പോലെ ഫോം ചെയ്യും. താഴത്തേന് ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും, ഇവിടെ വീണ്ടും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അതായത് അത് തമ്മിൽ ഒരു സ്ലൈഡിങ് ഉണ്ടാവും. പക്ഷെ ഇത് ഒട്ടിച്ചു വെച്ചേക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കമ്പൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ സ്ലൈഡിങ് ഉണ്ടാവില്ല. ആ സ്ലൈഡിങ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രെസ് ആണ് മക്കളെ ലോഞ്ചിറ്റ്യൂഡൽ ഷിയർ സ്ട്രെസ്. ഈ ഒരു ഷിയർ സ്ട്രെസ്. അതുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡൽ ഷിയർ സ്ട്രെസ് ഉണ്ടെന്നുള്ളതിന് കാര്യം മനസ്സിലായി. അതെങ്ങനെ എവിടെ ആക്ട് ചെയ്ത് എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ട്രാൻസ്പോസ് ഷിയർ സ്ട്രെസിന് ഈക്വലന്റ് ആയിരിക്കും. അതിന്റെ റീസൺ നമുക്കറിയാം, ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്പോസ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചാൽ ആ ടോ കണ്ടുപിടിച്ചാൽ ലോഞ്ചിറ്റ്യൂഡൽ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ സെയിം ആണെന്ന് പറയാം. പക്ഷേ ട്രാൻസ്പോസ് ഷിയർ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് അല്ലാതെ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ ട്രാൻസ്പോസ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആവറേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടോ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആവറേജ് ഷിയർ സ്ട്രെസ് ഓവർ ദ എൻ്റർ ക്രോസ് സെക്ഷൻ. അതല്ല നമുക്ക് വേണ്ടുന്നത് ഷിയർ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ആണ്. പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലായിക്കോളൂ, ഒരു പോയിന്റ് ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു പോയിന്റിന് ഇക്വലന്റ് ആയിരിക്കും അതിനകത്തുള്ള ഈ ഒരു സെക്ഷൻ വരച്ച ആ സെക്ഷനകത്തും ഉള്ള എല്ലാ പോയിന്റിലുള്ള ഷിയർ സ്ട്രെസ്സുകളും ഈ സാധനത്തിന് ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മറ്റേ സെക്ഷൻ നമ്മൾക്ക് ഒരു പോയിന്റിലെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ വരയില കണ്ടുപിടിച്ചാൽ മതി. വരയില കണ്ടുപിടിച്ചാൽ അതിനകത്ത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പോയിന്റിലായിരിക്കും. നമ്മൾ ബി വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സെക്ഷൻ വിത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പോയിന്റിൽ തന്നെ കിട്ടും. നമ്മൾ ഈ സെക്ഷനിലെ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആ സെക്ഷനുള്ള എല്ലാ പോയിന്റിലെയും ഷിയർ സ്ട്രെസ്സുകൾ കിട്ടും. ഇക്വേഷൻ വി ക്യൂ ഡിവൈഡ് ബൈ ഐ ബി. വി എന്താ? ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടും? ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. ഷിയർ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും വേരി ചെയ്യുന്നത്? ബീമിന്റെ ക്രോസ് ഈ ഡയറക്ഷൻ. ഇതിപ്പം ഞാൻ നിങ്ങളെ ഇതാണ് ഈ സാധനം കണ്ടോ, ഇതാണ് ഇതങ്ങി വെക്കുക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബീമിന്റെ പാർട്ട് മാത്രമാണ്. ആ ഈ ബീമിന്റെ എക്സ് മാറുന്നതിനനുസരിച്ച്
പല സെക്ഷൻ മാറുന്നതിനനുസരിച്ച് പല പല വി കിട്ടും. അതുകൊണ്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഉണ്ടാകുന്നത് തന്നെ. അപ്പം ആ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷൻ, നമുക്ക് വേണ്ടുന്ന സെക്ഷന്റെ വി ആണ് ഈ പറഞ്ഞേക്കുന്ന വി. അതുകൊണ്ടാണ് ഇത് എക്സിൽ വേരി ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ദ പ്ലെയിൻ ആക്സിസ് ആ ഒരു നിങ്ങളുടെ ബോർഡിന്റെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ബോർഡല്ല, ഈ നിങ്ങളുടെ വീഡിയോ കാണുന്ന സ്ക്രീനിന്റെ ഉള്ളിലോട്ടും അകത്തോട്ടും ആയിരിക്കും ആ എക്സ് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് വിക്ക് വേരിയേഷൻ. ഐ എന്ന് പറഞ്ഞാൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഓൾറെഡി അറിയാം. ന്യൂട്രൽ ആക്സ് ഉണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിന്റെ ഈ ഡയറക്ഷനിലായിരിക്കും ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അത് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, പല രീതി കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചായിരുന്നു. ബി സെക്ഷൻ വിഡ്ത്ത്, ഈ കേസിൽ സെക്ഷൻ വിഡ്ത്ത് താഴോട്ട് മേൽ വരെ എപ്പോഴും ബി തന്നെയാണ്. പക്ഷേ ഒരു ട്രയാങ്കിൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാലോ സെക്ഷൻ വിഡ്ത്ത് എന്തിനനുസരിച്ച് മാറും? വൈക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം പല സെക്ഷൻ വിഡ്ത്തുകളിൽ പല ടോ ആയിരിക്കും കിട്ടും. ഈ കേസിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോ സെക്ഷനകത്തും ബി മാറാത്തത് കൊണ്ട് തന്നെ, ബി മാറത്തില്ലെങ്കിലും വേറൊരു സാധനം മാറുന്നുണ്ട്, വേറെ ക്യൂ മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെയിം ആയിരിക്കില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയണം, ക്യൂവും സെയിം ആണെങ്കിൽ ആ ഒരു അസംഷൻ വേണ്ട, കൂടുതലൊന്നും പോണ്ട, ബിയും കൂടെ മാറും, അത്രേ ഉള്ളൂ. ഈ കേസിൽ ബിയും കൂടെ മാറും. ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ബിയും കൂടെ മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ബിയുടെ മാറ്റം കൂടെ ടോയിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവിടെ ബിയുടെ മാറ്റം ടോയിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, ഒൺലി ക്യൂവിന്റെ മാറ്റം മാത്രമേ നമുക്ക് ടോയിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മൾ വി പഠിച്ച്, ഐ പഠിച്ച്, ബി പഠിച്ച്. ക്യൂ എന്ത്? ക്യൂ ഈസ് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ഓഫ് പോർഷൻ ഓഫ് ക്രോസ് സെക്ഷൻ എബോവ് ലൊക്കേഷൻ അറ്റ് വിച്ച് വി നീഡ് ടു ഫൈൻഡ് ടോ. ഒന്നും മനസ്സിലായാലും എനിക്കറിയാം, മനസ്സിലാക്കി തരാം. ഇതാണ് നമ്മുടെ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു സെക്ഷൻ ആണ് നിൽക്കുക. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിനകത്തുള്ള, ഈ ഒരു സെക്ഷനകത്തുള്ള ഏതൊരു പോയിന്റ് കണ്ടുപിടിക്കുന്ന സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥ, ഒരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷന്റെ മേളിൽ എന്തുമാത്രം ഏരിയ ഉണ്ടെന്ന് അത് എടുക്കണം. ആ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. അതാണ് താണ്ടത്, അതാണ് ഇതാണ്ട് ഇത് വൈ ഡിസ്റ്റൻസ് മാറി നിൽക്കുകയാണെന്ന് വയ്ക്കുക. അപ്പം അതാണ് ആ ഏരിയയാണ് ഇത്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിന്റെ സെൻട്രോയിഡ്, ആ ഏരിയയുടെ സെൻട്രോയിഡ് എന്തുമാത്രം ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മാറി നിൽക്കുന്നു ആ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കേസ് ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യുന്നത്. ബി കോൺസ്റ്റന്റ് ആണ്, ബി ഇൻറ്റു ബി ഇവിടെ ഉണ്ട്, ബി ഇൻറ്റു ഇത് റെക്ടാങ്കിൾ എന്ന് വിചാരിക്കണേ. ഇവിടെ ഇങ്ങനെ കറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ റെക്ടാങ്കിൾ ആണിത്. അപ്പോൾ ഇത് ബി, ഇത് ബി, ഇത് ഈ ഡിസ്റ്റൻസ് ബി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണല്ലോ ഈ ഏരിയ. വൈ മാറുന്നതിനനുസരിച്ച് മാറുന്ന ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? വൈയുടെ ടേംസിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇത് എച്ച് ആണ് ടോട്ടല്, അപ്പോൾ ഇത് h/2 ആണ്. അപ്പോൾ h/2 എന്ന് വൈ കുറച്ചാൽ എന്താവും? ഈ ഡിസ്റ്റൻസ് ആവും. ആ ഡിസ്റ്റൻസിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി ഇൻറ്റു h/2 മൈനസ് വൈ. അപ്പോൾ വൈ മാറുന്നതിനനുസരിച്ച്, ഇപ്പോൾ വൈ ഞാൻ ഇവിടെ എടുക്കുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ മേളത്തെ ഏരിയ ഫുള്ള് കിട്ടും. ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏരിയ ഫുള്ള് കിട്ടും. ആ രീതിക്ക് വൈയുടെ ടേംസിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? ഈ സാധനം കണ്ടുപിടിച്ചു, ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ മാത്രം പോരാ, ഏരിയ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിന്റെ സെൻട്രോയിഡ് എന്തുമാത്രം ന്യൂട്രൽ ആക്സിസ് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടു. അത് നമ്മൾ വൈയുടെ ടേംസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിൾ ആണ്. ഇത് വൈ ആണ്, ഇത് h/2 ആണ്. h/2 മൈനസ് വൈ ഉണ്ട്, ഡിവൈഡ് ബൈ 2. h/2 മൈനസ് വൈ ഡിവൈഡ് ബൈ 2. അപ്പം ഈ സെക്ഷൻ താഴോട്ട് എടുക്കുന്നതനുസരിച്ച് ഇതിന്റെ സ്ഥാനം മാറുന്നത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആയിക്കൊണ്ടിരിക്കും, റെഡി ആയിക്കൊണ്ട്. കാരണം ഞാൻ വൈയുടെ ടേംസ് കണ്ടുപിടിക്കുന്നത്, ഞാൻ ഇവിടെ 2 ആണെന്നോ ഇവിടെ 3 ആണെന്നും പറഞ്ഞല്ല കണ്ടുപിടിക്കുന്നത്, ഞാൻ ഇവിടെ വൈ ആണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. വൈയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ക്യൂവിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടും. സോ ക്യൂ നമുക്ക് കിട്ടും. ക്യൂ വൈയുടെ ടേംസിൽ കിട്ടും. അതായത് വൈ മാറുന്നതനുസരിച്ച് ക്യൂ മാറും. അപ്പൊ തീർച്ചയായിട്ടും ബിയും കോൺസ്റ്റന്റ് ആണെങ്കിലും ക്യൂ മാറുന്നതുകൊണ്ട് ടോ മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ ടോ മാറും മക്കളെ? അതുപോലെ ഇത് മേലത്തെ ഏരിയ കൊടുക്കണമെങ്കിൽ, താഴത്തെ കൊടുക്കണമെങ്കിൽ താഴോട്ടുള്ള ചെയ്യണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ക്യൂ എന്ന് പറഞ്ഞ സാധനത്തെ നമുക്ക് അതുകൊണ്ട് എ ഇൻറ്റു വൈ ബാർ എന്ന് വിളിക്കാറുണ്ട്. ഒരു കംപ്ലീറ്റ് യൂണിഫോം സെക്ഷൻ ആണെങ്കിൽ എ ഇൻറ്റു വൈ ബാർ എന്ന് വിളിക്കാം. പക്ഷെ അല്ലാത്ത കേസ് ഉണ്ട്, അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചെയ്യും, അത് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ വൈ മാറുന്നതിനനുസരിച്ച് ക്യൂ മാറുന്നുണ്ട്, ടോ മാറുന്നുണ്ട്. ആ മാറ്റം എങ്ങനെയായിരിക്കും? ഈ ഒരു ബാറിൽ ഇങ്ങനെ ആയിരിക്കും, ഒരു പരാബോള പോലെ ആയിരിക്കും മാറ്റം. ഇവിടെ കൂടുതൽ സ്ട്രെസ്, ഇവിടെ കുറവ് സ്ട്രെസ്, ഇവിടെ ഓൾമോസ്റ്റ് 0 സ്ട്രെസ്. ഇതാണ് ആ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതിയത്. ഐ വെച്ചിട്ട് നമ്മൾ ക്യൂവിന്റെ വാല്യൂ കൂടെ ചെയ്ത് എഴുതിയാകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനകത്ത് നമ്മൾ ഒരു വൈ 0 ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇങ്ങനെ ഒരു 0 ആയി പോകും, ഇത്രയും കിട്ടും, അതായിരിക്കും മാക്സിമം. വൈക്ക് ഞാൻ h/2 ഇട്ടാലോ മൈനസ് h/2 ഇട്ടോ, രണ്ട് ഇട്ടാലും ഇവിടെ മൈനസ് ആയാലും പ്ലസ് ആയാലും h/2 സ്ക്വയർ ആവുന്നുണ്ട്, h²/4 എന്നാവും, ഇത് 0 ആയി പോകും, ടോ 0 ആയി പോകും. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. ഇവിടെ പക്ഷേ ഒരു വാല്യൂ ഉണ്ട്, അതിന്റെ വാല്യൂവിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ y 0 കൊടുത്താൽ മതി. ഷിയർ സ്ട്രെസ് നമുക്ക് v/IB വെച്ച് കണ്ടുപിടിക്കാനും പറ്റും. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്യൂവിനെ ഒരു റെഗുലർ ഫിഗർ ആണെങ്കിൽ, ഒരു റെഗുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ എ ഇൻറ്റു വൈ ബാർ എന്ന് നമുക്ക് വിളിക്കാം. ഏരിയ ഇൻറ്റു അതിന്റെ വൈയിൽ നിന്ന് എന്തുമാത്രം മാറിയാണ് സെൻട്രോ സാധനം ഇരിക്കുന്നത്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ
പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സെക്ഷൻ ആണെങ്കിൽ മാറ്റമുണ്ട്. ഈ സെക്ഷൻ ആണ് നോക്കി, ഒരു ഇങ്ങനൊരു സെക്ഷൻ ആണ് നോക്കി, ഇങ്ങനെയുള്ളൊരു ബീം, ഇങ്ങനെയുള്ളൊരു ബീം, ഇങ്ങനെയുള്ളൊരു ബീം, ആ ബീമിന്റെ ഒരു സെക്ഷൻ ആണിത്, ഒരു സെക്ഷൻ ആണ്. ഈ സെക്ഷനകത്തോട് ഷിയർ ഫോഴ്സ് എനിക്ക് ഉണ്ട് അറിയാം. എനിക്ക് വേണ്ടുന്നത് ഈ ഒരു ലൈനിലുള്ള പോയിന്റുകൾ, ഈ ഒരു ലൈനിലുള്ള പോയിന്റുകളിലെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിച്ചാൽ പോയിന്റുകളിലെല്ലാം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങോട്ടുള്ള ആക്സിസ് നമുക്കറിയാം. ബാക്കി വി കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറഞ്ഞ സാധനം ഏരിയ, ഇതാണ് ആ ഏരിയ. ഓക്കെ, ഈ കേസിൽ കുറച്ച് പ്രശ്നം വരത്തില്ല, കാരണം ഇവിടെ വീണ്ടും നമുക്ക് ഇതിന് മേലോട്ടുള്ള ഏരിയ മാത്രം മതി. അപ്പൊ ഈ ഏരിയ അതിന്റെ സെൻട്രോട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഈ കേസ് ആണെങ്കിലോ, ഈ ഒരു പോയിന്റിലാണെങ്കിൽ എന്ത് ചെയ്യും, ഇത്രയാണ് ഏരിയ, ഇതിന്റെ സെൻട്രോട് കണ്ടുപിടിക്കണം. ടോട്ടൽ ഏരിയ ഇൻറ്റു അതിന്റെ സെൻട്രോയിഡ് വെച്ച് നമ്മൾ ചെയ്യണം. അത് വെച്ചൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടൊന്നുമില്ല. ഇതിനെ രണ്ട് ഏരിയ സ്പ്ലിറ്റ് ചെയ്യുക. ഇതൊരു ഏരിയ 1, ഇത് ഏരിയ 2. ഏരിയ 1ഉം ഏരിയ 2 എടുത്താൽ നമുക്ക് എ വൈ ബാർ എന്നുള്ള സാധനത്തിന് A1 Y1 ബാർ പ്ലസ് A2 Y2 ബാർ. ഫസ്റ്റ് ഏരിയയുടെ സെക്കൻഡ് ഏരിയയും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഏരിയയും ആ ഒരു സെൻട്രോയിഡിന്റെ ഡിസ്റ്റൻസ് എടുത്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AY ബാർ തന്നെ കിട്ടുകയും ചെയ്യും. സോ നമുക്ക് രണ്ട് രീതി പഠിക്കാൻ പറ്റും. എന്തൊക്കെ പഠിക്കാം, എങ്ങനെ പഠിക്കാം? VQ/IB പഠിക്കാം, VQ/IB പഠിക്കാം, ഒരു പ്രശ്നമില്ല. അതുപോലെ VAY ബാർ ഡിവൈഡ് ബൈ IBയും പഠിക്കും. VQ/IB മതി, മെയിൻ ആയിട്ട് മതി. I കൂടുന്നതിനനുസരിച്ച് ടോ കുറയും, V കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? V കൂടുന്നതിനനുസരിച്ച് ടോ കൂടും, Q കൂടുന്നതിനനുസരിച്ച് ടോ കൂടും, V കൂടുന്നതിനനുസരിച്ച് ടോ കുറയും. ബി കൂടുന്നതിനനുസരിച്ച് ടോ കുറയും, അത് ഓർത്ത് വയ്ക്കണം. ബി എന്ന് പറഞ്ഞാൽ സെക്ഷൻ വിഡ്ത്ത് ആണ്. ആ വരയ്ക്കുന്ന സെക്ഷൻ, ആ ഒരു ലൈൻ, ഓരോ പോയിന്റ്സും കണ്ടുപിടിക്കേണ്ട ആ ലൈനിന്റെ വിഡ്ത്ത് കുറഞ്ഞാൽ ടോ കൂടും, കൂടിയാൽ ടോ കുറയും. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് റെഗുലർ സെക്ഷൻസിന്റെ ഷിയർ സ്ട്രെസ്സുകൾ കണ്ടുപിടിക്കാം. ഈ കേസ് ചെയ്ത് നോക്കി ഇത് തന്നെ കിട്ടും. ഐ ഒക്കെ നമുക്കറിയാം, B³ ഡിവൈഡ് ബൈ 12 അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ചെയ്ത് നോക്കി ഈ ഉത്തരം കിട്ടും. വേണമെങ്കിൽ കാണാൻ പഠിക്കുക, വേണമെങ്കിൽ മാത്രം കാണാൻ പഠിക്കുക, അല്ലെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പഠിച്ചാലും പഠിച്ചില്ലേലും എനിക്ക് അറിയണ്ട, പക്ഷെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ഒരു എനിക്ക് ഒരു സ്ട്രെസ് കിട്ടി, വി സ്ട്രെസ്, ഒരു വി ഫോഴ്സ് ഈ ഒരു സെക്ഷനെ ആക്ട് ചെയ്യുന്ന വെച്ചാൽ, അപ്പോൾ ഇതിന്റെ ആവറേജ് ഷിയർ സ്ട്രെസ് എനിക്ക് വി ഡിവൈഡ് ബൈ BD എന്ന് വിളിക്കാമല്ലോ. അപ്പൊ ടോ ആവറേജ് ടോ മാക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 1.5 ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 3/2 ടൈംസ് ആയിരിക്കും. Not only for a square or rectangular section, but also for a triangular section. മനസ്സിലായി? But also for a triangular section. Triangular സെക്ഷനകത്തും നമുക്ക് അങ്ങനെ തന്നെ വരും, 3/2 ടൈംസ് എന്ന് പറഞ്ഞ് വരും. ആൻഡ് ആ ഒരു ടോമാക്സ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ സെൻട്രോയിഡിലായിരിക്കില്ല. ട്രയാങ്കിളിന്റെ കേസ് പറയുകയാണ്, ഇതിന്റെ സെൻട്രോയിഡിൽ കൂടെ ആയിരിക്കില്ല ടോമാക്സ് ഉള്ളതായിരിക്കുക, അതിന്റെ സെൻട്രലായിരിക്കും. H/2 ടോമാക്സ് ഉണ്ടായിരിക്കുന്നത്, അതും 1.5 ടൈംസ് ഓഫ് ടോ ആവറേജ് അല്ലെങ്കിൽ 3/2 ടൈംസ് ആയിരിക്കും. അടുത്ത ഒരു കാര്യം കൂടെ പറയാം, സർക്കുലർ സെക്ഷന്റെ കേസ് ആണെങ്കിൽ ടോമാക്സ് ടോ ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അതിനെ നമ്മൾ 4/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ടോമാക്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡിഫറെന്റ് ഷിയർ സ്ട്രെസ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസിന്റെ കാര്യം പറഞ്ഞത്. ഇനി ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു ഐ സെക്ഷൻ എടുക്കാൻ നോക്കി. ഈ ഐ സെക്ഷന്റെ പ്രത്യേകത, ഇപ്പം ഈ ഒരു ഫുൾ റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു നോക്കിയോ, ഈ ഒരു ഫുൾ ക്യാപിറ്റൽ ബി വലിപ്പമുള്ള വിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു പരാബോള ആയിരിക്കും കിട്ടുക. ഓക്കെ, അതുപോലെ ഈ കുഞ്ഞ് ബി ഉള്ള ഫുൾ റെക്റ്റാങ്കിൾ ആണെന്ന് വെക്കും, എന്നാൽ നമുക്ക് ഇത് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇതായിരിക്കും കിട്ടുക. പക്ഷെ ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് സ്ട്രെസ് പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞു ടോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/b. അതായത് ബി കൂടിയാൽ ടോ കുറയും, ബി കുറഞ്ഞാൽ ടോ കൂടും. അപ്പം ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ ടോ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, അത് തീർച്ചയായിട്ടും പരാബോളിക് ആയിട്ടായിരിക്കും മാറുന്നത്, ബിക്കോസ് അതിന് ക്യൂ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും ക്യൂ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പരാബോളിക് ആയിട്ടായിരിക്കും മാറുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഏരിയ അങ്ങ് കുറഞ്ഞു, ഏരിയ ടോ അങ്ങ് കൂടും. അപ്പം അങ്ങനെയാണ് ഈ ടോ 1 ടോ 2 ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ടോ 2/ടോ 1 ക്യാപിറ്റൽ ബി ബൈ സ്മോൾ ബി എന്ന് പറയാൻ പറ്റും. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ടോ പ്രൊപ്പോർഷണൽ ടു 1/b അല്ലേ, അപ്പം ടോ ഇൻറ്റു ബി ഇസ് എ കോൺസ്റ്റന്റ്, ആ ഒരു സെറ്റപ്പാണ്. സംഭവമൊന്നുമില്ല, സിമ്പിളാണ്.
ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഓൾറെഡി അവർ പറയുന്നുണ്ട്, എന്താ അവർ പറയുന്നത്, 25 കിലോ ന്യൂട്ടൺ ആണ് ഷിയർ ലോഡ് ഇതിനുള്ളത്, ഇതിന് ഈ ഒരു സാധനത്തിനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പടമൊക്കെ വരച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഷിയർ ലോഡ് ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഷിയർ ലോഡാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈ ഒരു സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഷിയർ ലോഡാണ്. ബിക്കോസ് ഓഫ് സം എക്സ്ട്രാ പോയിന്റ് ലോഡ്സ് ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് വലിയ ബീമുമാണ്, ഇത് ഫുള്ളുള്ള ബീമാണ്. നമ്മളത് കട്ട് ചെയ്ത് നോക്കിയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഈ തന്നേക്കുന്ന ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റിംഗ് ഷിയർ ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഷിയർ ഫോഴ്സ് ആയിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ആ ഒരു കംപ്ലീറ്റ് ഒന്നും കിട്ടാനാ. നിങ്ങൾക്കത് വീണ്ടും വീണ്ടും നല്ല തറവായിട്ട് മനസ്സിലായി വീണ്ടും വീണ്ടും പറയുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സെക്കൻഡ് വീണ്ടും പറയേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മനസ്സിലാവാതിരിക്കുന്നെങ്കിൽ മനസ്സിലാവാനാണ് നമ്മളിത് അത്രയും വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതിന്റെ ഐ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു സെക്ഷൻ്റെ ഐ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഐ ഓൾറെഡി തന്നിട്ടുണ്ട്. ഐ ഇതാ തന്നിട്ടുണ്ട്. ഓക്കെ, ഐ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബി തന്നിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആളുണ്ട്. എന്തോ ഇക്വേഷൻ ഒന്ന് കാണാതെ പറഞ്ഞു. ഇക്വേഷൻ ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഇതറിയാം, ബി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സെക്ഷനിൽ ബി സെയിം ആണ്. ഈ സെക്ഷൻ പറഞ്ഞാൽ നമുക്ക് എ എല്ലാ സെക്ഷനെ വേണ്ട. ആ സെക്ഷനിൽ ഒരു ബി ഉണ്ട്, ആ ബി 10 തന്നെയാണ്, അത് മാറത്തില്ല. അപ്പൊ ഈ 3 റെഡിയായി. ഇതിന് മേലത്തെ ഈ സാധനം ക്യൂ വേണം. ക്യൂ കൊണ്ട് എന്തോ മക്കളെ, ഈ ഫുൾ ഏരിയ ഇൻറ്റു ഇതിന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദിസ് പർട്ടിക്കുലർ ന്യൂട്രൽ ആക്സിസ്. അത് കണ്ടുപിടിക്കാൻ പാടാണ്, തീർച്ചയായിട്ടും പാടാണ്. ഫുൾ ഏരിയ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 2 സ്മോൾ ഏരിയാസ് ആയി ഡിവൈഡ് ചെയ്യും. ഇത് 1, ഇത് 2. 1ന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ, ഇതല്ലേ. ഇത് എത്ര ഡിസ്റ്റൻസ് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. ഇതേ ഇൻറ്റു ഇത് ചെയ്താൽ പോലെ കിട്ടി. അതേപോലെ ഇതേ ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ കിട്ടി, ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതായത് ഇത് ഡിവൈഡ് ബൈ 2. ഇത്രയും ഡിസ്റ്റൻസ്. ഇതൊക്കെ മാത്സാ, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് എനിക്കറിയണമല്ലോ. ഇത്രയും ബേസിക് മാത്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കോ എങ്ങനെ ചെയ്യുന്നതെന്ന്. ക്യൂ കണ്ടുപിടിക്കുന്നത് A1Y1 ബാർ പ്ലസ് A2Y2 ബാർ ഈസ് ഈക്വൽ ടു AY ബാർ. നമുക്ക് വേണ്ടുന്ന ടോട്ടൽ ഏരിയയുടെ നമുക്ക് ഓൾറെഡി ഇത് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. അത് നമ്മൾ കണ്ടുപിടിച്ച് നമുക്കൊരു വാല്യൂ കിട്ടി. ടോ കണ്ടുപിടിക്കാൻ ക്യൂ വി ഡിവൈഡ് ബൈ ഐ ബി എടുത്ത് കണ്ടുപിടിച്ച് വി കണ്ട 25 കിലോ ന്യൂട്ടൺ ആണ്, നമ്മൾ ന്യൂട്ടൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷെ ചില ആളുകളുണ്ടല്ലോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ വെറുതെ കിടന്ന് മില്ലിമീറ്ററിനെയൊക്കെ മീറ്റർ ആയിക്കൊണ്ടിരിക്കും. അതിന്റെ കാര്യമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ ആണ് എല്ലാവർക്കും അറിയാം. പക്ഷേ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഇത് ചെയ്ത് മീറ്റർ കൺവേർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സമയം നമ്മുടെ പോകും. പക്ഷേ സിമ്പിൾ ആയിട്ട് ന്യൂട്ടൺ ബൈ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മെഗാ പാസ്കൽ ആണെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. മിക്ക ആൾക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്ത ആളുണ്ടെങ്കിൽ ന്യൂട്ടൺ ബൈ മില്ലിമീറ്റർ സ്ക്വയർ മെഗാ പാസ്കൽ ആണ്. സോ എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. ഡയറക്റ്റ് നമുക്ക് ഉത്തരം കിട്ടും. നമ്മൾ ജസ്റ്റ് ഇവിടെ എല്ലാ സാധനവും ന്യൂട്ടണും ബാക്കിയുള്ള മില്ലിമീറ്ററുകളെല്ലാം നമ്മൾ മില്ലിമീറ്റർക്ക് അതുപോലെ അങ്ങ് കിട്ടാതെ, മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഏരിയ ആണെങ്കിൽ എല്ലാം മില്ലിമീറ്ററിലും കിട്ടു വെച്ചാൽ അവസാനം കിട്ടുന്ന വാല്യൂ മെഗാ പാസ്കൽ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെസ്സും ബീമിന്റെ കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ അടുത്ത ക്ലാസ്.